പ്രൈസ് ലോർഡ്. നല്ലൊരു ഹല്ലേലൂയ പറയാമോ? കർത്താവ് വീണ്ടും നൽകിയ ഈ നല്ല അവസരത്തിന് ഞാൻ എൻ്റെ ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു. PYPയുടെ 76ാമത്തെ ജനറൽ ക്യാമ്പിൽ വരാൻ സർവകൃപാലുവായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുക്കിയതിന്, ദൈവം ഒരുക്കിയ അവസരത്തിന് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു. എല്ലാത്തിനും ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിങ്ങിനകത്ത് പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാ ദൈവവൃത്യന്മാരെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ ബിൻസൺ പാസ്റ്ററിനെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. എൻ്റെ മുമ്പിലായിരിക്കുന്ന എല്ലാ ദൈവവൃത്യന്മാരെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എൻ്റെ പ്രിയ സ്നേഹിതൻ സുജേഷ് പാസ്റ്റർ, കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിലായിരിക്കുന്ന പ്രിയ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, എൻ്റെ സ്നേഹിതന്മാർ, പ്രസിഡൻ്റായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റ് ഷിബിൻ ജി സാമുവേൽ, കർത്താവിൻ്റെ ദാസൻ മോൻസി പി മാമൻ, കർത്താവിൻ്റെ ദാസൻ ബ്ലസ്സൻ ബാബു, എൻ്റെ സ്നേഹിതനായ ജസ്റ്റിൻ നെടുവേലി, സന്ദീപ്, ലിച്ചോ ബ്രദർ ആൻഡ് ഷിബിൻ ബ്രദർ, ബിബിൻ ബ്രദർ, എല്ലാ ദൈവവൃത്യന്മാരോടും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കുന്നു. അതിലേറ്റവും ഉപരി എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ എൻ്റെ സഹോദരന്മാരെയും കർത്താവിൽ വന്ദനം ചെയ്യുക. നിങ്ങളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയമൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് കേട്ടോ. ഏറ്റവും വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. ഞാൻ നിങ്ങളോട് കൂടി ഒരു വാക്ക് ഒന്ന് പറഞ്ഞു പോവുക. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് യൂത്ത് മീറ്റിംഗാണ്. കഴിഞ്ഞ 21 വർഷങ്ങളായി പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും, കോളേജുകളിലും, സ്കൂളുകളിലും, യൗവനക്കാരുടെ കൂടെ, വ്യത്യസ്ത സഭകളിലും ഒക്കെ യൗവനക്കാരുടെ കൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത് യൂത്തിൻ്റെ കൂടെയുള്ള മീറ്റിംഗാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ഭയങ്കര സന്തോഷം. എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ദൈവം അങ്ങനെ ഒരു കമ്പാഷൻ ഇട്ടത് കൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് ഇന്നത്തെ വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയ ബിബിൻ, മലയാളിക്കരയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തതായ ഒരു അനുഗ്രഹീത കർത്താവിൻ്റെ സംഗീത ശുശ്രൂഷകളിൽ മുൻനിരയിൽ നിന്ന ഒരു ദൈവവൃത്യൻ്റെ മകനാണ്, ഭക്തനങ്ങളുടെ മകനാണ് ബിബിൻ. കർത്താവിൻ്റെ ദാസനെയും കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ബ്ലെസ്സഡ് ടൈം. സോ ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ നിങ്ങളോടുകൂടെ ചോദിക്കുക, നിങ്ങൾക്ക് മെസ്സേജ് കേൾക്കണോ, നമുക്കൊന്നൊരു വർത്താനം പറഞ്ഞാലോ? എന്തു വേണം? വർത്താനം പറയാം, സംസാരിക്കാം. റെഡിയാണോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ നിങ്ങൾ? ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തോട്ടെ. എൻ്റെ പ്രിയ സഹോദരന്മാരും ഒക്കെ കഴിയുമെങ്കിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ ചെയർ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടേ, കുഞ്ഞുങ്ങളെ ഒന്ന് മുമ്പിലോട്ട് കയറി ഇരിക്കാമോ പ്ലീസ്? പെട്ടെന്ന് വന്നാട്ട് ബാ. നിങ്ങളുടെ മുമ്പിൽ ഒരു ചെയർ വേക്കൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് എൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് സഹോദരന്മാരെ ഒന്ന് എഴുന്നേറ്റ് മുന്നോട്ട് കയറിയിരുന്നു. എല്ലാവരും മോനെ മുന്നോട്ട് വരാമോ പ്ലീസ്? സൗരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ ഒരു ചെയർ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് മുമ്പിലോട്ട് വന്നാട്ടെ. അതുപോലെ PPT ചെയ്യുന്നവരും കൂടെ ഉണ്ടെങ്കിൽ, മീഡിയയിൽ PPT ചെയ്യാൻ സഹായിക്കുന്നവരും കൂടെ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് സഹായിക്കണേ. റൈറ്റ്, നമുക്ക് മുന്നോട്ട് പോവാം. റെഡിയാണോ? നല്ലൊരു യേശു പറഞ്ഞേ, റെഡിയാണോ? സഹോദരന്മാരുടെ ശബ്ദം കേൾക്കുന്നില്ല. നമുക്ക് മുന്നോട്ട് പോവാം. റെഡി? യെസ് ഓർ നോ? ഓക്കെ, ശരി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ കൂടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവം ഓരോ വ്യക്തികളെ ഓരോ തലമുറകളിൽ പണിയുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, ഓരോ വ്യക്തികളെ ദൈവം ഓരോ തലമുറകളിൽ പണിയുമ്പോൾ അവരെ വ്യത്യസ്ത ആംഗിളുകളിലാണ് ദൈവം പണിയുന്നത്. റൈറ്റ്. ദൈവം ഓരോ തലമുറകളിൽ ഓരോ വ്യക്തികളെ ദൈവം പണിയുമ്പോൾ അവരുടെ വിളിക്കനുസരിച്ചാണ് ദൈവം അവരെ പണിയുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ദൈവമക്കൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ ഒത്തിരി ശബ്ദമെടുക്കുന്ന ആളല്ല, വളരെ സാവധാനത്തിൽ പഠിപ്പിക്കാനാണ് ഞാൻ കൂടുതൽ സമയം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. ദൈവം ഓരോ വ്യക്തികളെ അതത് തലമുറകളിൽ അവരെ ഉപയോഗിക്കുമ്പോൾ അവരുടെ വിളി അനുസരിച്ച് അവരെ പല ഏരിയകളിൽ പണിയും. എത്ര ഏരിയകളിൽ പണിയും? പല ഏരിയകളിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു 5 ഏരിയ ഞാൻ പറയാൻ പോകും. നിങ്ങൾ എഴുതി വെച്ചു, അപ്പോഴത്തേനും PPT വരും, എഴുതി വെച്ചു.
5 ഏരിയകളിലാണ് ദൈവം പണിയുന്നത്. ദൈവം ഒന്നാമത് ആ വ്യക്തിയെ പണിയുന്നത്, ആ വ്യക്തിയെ സ്പിരിച്വലി പണിയും. ആത്മീകമായി ആ വ്യക്തിയെ പണിയാൻ വേണ്ടി തുടങ്ങും. ഏത് ഏരിയയിലാ പണിയുന്നേ? അയ്യോ, ഒന്ന് പറഞ്ഞും കൂടെ വന്നേ പ്ലീസ്. എല്ലാ കുഞ്ഞുങ്ങളെ, എൻ്റെ സഹോദരന്മാരെല്ലാം കൂടെ ഒന്ന് പറഞ്ഞേ, നമുക്ക് ഒരുമിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോവാം. ഒന്ന് പറഞ്ഞേ, ആത്മീകമായി. ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, കേൾക്കുന്നില്ല. ആത്മീകമായി. സഹോദരിമാരെന്ന് പറയാമോ? ആത്മീകമായി. ഒന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ദൈവം വ്യക്തിയെ സ്പിരിച്വലി പണിയും. രണ്ടാമത്തെ ഏരിയ ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ ദൈവം പണിയും. കേട്ടോ, ഇന്ന് ഈ ദൈവവചനത്തിൻ്റെ ഭാഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, ആത്മീകമായി നിങ്ങളെ പണിയുന്ന അതേ സ്ഥലത്ത് തന്നെ ദൈവം നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പണിയും. കേട്ടോ, എന്നിട്ട് ഞാൻ ഒരു മനുഷ്യൻ്റെ ചരിത്രത്തിൽ കൂടെ വരാം. പേഴ്സണാലിറ്റിയെ പണിയും. അടുത്തത് ദൈവം പണിയുന്ന ഒരു ഏരിയ ആണ് ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഏരിയ. ആ വ്യക്തിയുടെ സൈക്കോളജിക്കൽ ഏരിയ. ഒന്നാമത്തെ സ്പിരിച്വൽ, രണ്ടാമത്തെ പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഫിസിക്കൽ എന്ന് എഴുതിക്കോ, ഫിസിക്കൽ. മൂന്നാമത്തെ ഏരിയ സൈക്കോളജിക്കൽ ഏരിയ. അടുത്തത് നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഏരിയകളിലാണ് പണിയുന്നത് സോഷ്യലി. ആ മനുഷ്യനെ ദൈവം പണിയാൻ തുടങ്ങും. സമൂഹത്തിനെ ചലഞ്ച് ചെയ്യാൻ തരത്തിലുള്ള അളവിൽ ഈ മനുഷ്യനെ ദൈവം ബിൽഡ് ചെയ്യും. സമൂഹത്തിന് പ്രയോജനം വരുന്ന അളവിൽ ഈ മനുഷ്യനെ ബിൽഡ് ചെയ്യും. അഞ്ചാമത്തെ ഏരിയയാണ് ആ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടുന്ന റിസോഴ്സുകളെല്ലാം ആ മനുഷ്യൻ്റെ വിളിക്കനുസരിച്ചുള്ളതായിരിക്കും. റിസോഴ്സ് പരമായിട്ട്, റിസോഴ്സ്ലി ആ മനുഷ്യനെ ദൈവം ബിൽഡ് ചെയ്യും. ഏതൊക്കെയാ ഞാൻ പറഞ്ഞേ? ഒന്നാമത്തെ സോഷ്യലി, ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഏതൊക്കെയാ? സ്പിരിച്വലി. രണ്ടാമത്തെ ഫിസിക്കൽ ലൈഫ്. മൂന്നാമത്തെ സൈക്കോളജിക്കൽ ലൈഫ്. നാലാമത്തെ സോഷ്യൽ ലൈഫ്. അഞ്ചാമത്തെ റിസോഴ്സ്ലി. ഈ 5 ഏരിയകളിൽ ഈ മനുഷ്യനെ ദൈവം പണിയാൻ വേണ്ടി തുടങ്ങും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ തലമുറയിൽ മാത്രമല്ല ദൈവം അങ്ങനെ ആൾക്കാരെ പണിതത്, ഈ തലമുറയിലും നിങ്ങളെ ദൈവം പണിയുന്നുണ്ടെങ്കിൽ ഈ 5 ഏരിയയിൽ ദൈവത്തിൻ്റെ കൈ വന്നിരിക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, നിങ്ങൾ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ആടി നിന്ന് പറയാനല്ല ദൈവം ആഗ്രഹിക്കുന്നേ. നിങ്ങൾ ഈ സമൂഹത്തിന് കൊള്ളാവുന്നവരായി സ്ട്രോങ് ആയിട്ടുള്ള, ഞങ്ങൾ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത്, യൗവനക്കാരുടെ കൂടെ മിനിസ്ട്രി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നൊരു വേർഡുണ്ട്, നിങ്ങൾ ഒരു താഴത്തെ ലെവലിൽ ചിന്തിക്കല്ല, ഏറ്റവും ഉയർന്ന ലെവലിൽ സമൂഹത്തിൻ്റെ, ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരു കൂട്ടം ദൈവമക്കളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ദൈവം ഉയർത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കേട്ടോ, എന്ന് വെച്ചാൽ IAS, IPS, IFS, IRS എന്നൊക്കെ പറയുന്ന നല്ല ഉന്നത ലെവലുകളിൽ ഉള്ള ഒരു കൂട്ടം തലമുറകളെ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. നമ്മുടെ കഴിവിൻ്റെ അപ്പുറം നമ്മുടെ കൂടെ ദൈവമുള്ളത് കൊണ്ട്. കേൾക്കുന്നുണ്ടോ? ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട്. ഞാൻ ഒരു വ്യക്തിയെ ദൈവം പണിതതിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി പോവാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു സ്വപ്നക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാ വ്യക്തി എന്നറിയാമോ? ജോസഫ്. ഞാൻ വേഗത്തിൽ അതിൻ്റെ ചരിത്രം പറയുക. ഇടയ്ക്ക് ഞാൻ ഫ്രണ്ടിലോട്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് വിളിക്കും, 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഫ്രണ്ടിലോട്ടൊന്ന് വിളിക്കും. എനിക്കൊരു 2 ചെയറും കൂടെ ഒക്കെ ഒന്ന് ഇവിടെ തരണേ ആ സമയത്തേക്കിന്. കേട്ടോ, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. റൈറ്റ്. സ്വപ്നക്കാരൻ. സ്വപ്നങ്ങൾ 3 രീതിയിൽ കാണാം. സ്വപ്നങ്ങൾ 3 രീതിയിൽ കാണാം. എഴുതി വെച്ചു എങ്ങനെയൊക്കെയോ സ്വപ്നം കാണാൻ പറ്റുന്നതെന്ന്. ആരും എഴുതി വെക്കല്ലേ. കണ്ണാടി വെച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങിയാൽ നല്ലതായിട്ട് ക്ലിയറായിട്ട് സ്വപ്നം കാണാം എന്ന് എഴുതി വെക്കല്ലേ. സ്വപ്നങ്ങൾ 3 രീതിയിൽ കിട്ടാം. ഒന്നാമത്തെ സ്വപ്നത്തിന് പറയുന്ന പേരാണ് ഡിവൈൻ ഡ്രീംസ്. ദൈവിക സ്വപ്നങ്ങൾ. ദൈവം സ്വപ്നം തരും. ഞാൻ അതിലേക്ക് മടങ്ങി വരാം. രണ്ടാമത്തെ സ്വപ്നത്തിൻ്റെ പേരാണ് ഡീമോണിക് ഡ്രീംസ്. പൈശാചിക സ്വപ്നങ്ങൾ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങൾ സ്വപ്നങ്ങളിൽ കൂടെ ഈ വ്യക്തിയെ ഡിസ്ട്രാക്ട് ചെയ്യാൻ, ഈ വ്യക്തിയെ തകർക്കാൻ, അശുദ്ധമാക്കാൻ, അല്ലെങ്കിൽ ആ വ്യക്തി അവൻ വിഷനിൽ നിന്ന് മാറ്റിക്കളയാനൊക്കെ ഈ അന്ധകാര വ്യാപാരങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും. അതിന് വിളിക്കുന്ന പേരാണ്, എന്തോ വിളിക്കുന്ന പേര്? ഡീമോണിക് ഡ്രീംസ്. മൂന്നാമത്തെ ഡ്രീംസിന് പറയുന്ന പേരാണ് നാച്ചുറലായിട്ട് വരുന്ന ഡ്രീംസ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന സ്വപ്നങ്ങൾ, മനസ്സിൽ കിടക്കുന്ന ആഗ്രഹങ്ങൾ, പകല് മൊത്തം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ നാളുകളിൽ ഏറ്റ കാര്യങ്ങൾ, ഇതൊക്കെ സ്വപ്നങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരാം. അപ്പം 3 സ്വപ്നങ്ങൾ
ഉണ്ട്. ഏതൊക്കെ സ്വപ്നങ്ങളാ ഒന്ന് പറഞ്ഞേ? ഡിവൈൻ ഡ്രീംസ്, ഡീമോണിക് ഡ്രീംസ്, നാച്ചുറലായിട്ട് വരുന്ന ഡ്രീംസ്. പക്ഷേ ഈ ജോസഫ് എന്ന് പറയുന്ന ഒരു മകൻ 17-ാമത്തെ വയസ്സിൽ ഒരു സ്വപ്നം കണ്ടു. ഒന്നല്ല, 2 സ്വപ്നം കണ്ടു. ഒന്നാമത്തെ സ്വപ്നം എന്തുവാന്ന് പറയാമോ? പെട്ടെന്ന് കുഞ്ഞുങ്ങളെ നിങ്ങൾക്കറിയാം, ഒന്ന് പറഞ്ഞേക്കും. എന്തോ ആദ്യത്തെ സ്വപ്നം കണ്ടേ? താൻ കാണുക, അവരെല്ലാം വയലിൽ കറ്റം മെതിച്ചുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. കറ്റം മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള സഹോദരന്മാരുടെ കറ്റകളെല്ലാം യോസഫിന്റെ കറ്റ, എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ, എഴുന്നേറ്റ്. ഒരു പട്ടാളക്കാരൻ എങ്ങനെ നിൽക്കുന്നേ, ഒരു രാജാവ് എങ്ങനെ നിൽക്കുന്നത്, എഴുന്നേറ്റ് നിവർന്നു നിന്നു. നിവർന്നു നിന്നോടെ മറ്റു കറ്റകളെല്ലാം എന്തോ ചെയ്തു? പറഞ്ഞേ, എൻ്റെ കൂടെ ഒന്ന് വന്നേ. എന്തോ ചെയ്തു? എല്ലാ കറ്റകളും ജോസഫിന്റെ കറ്റയെ നമസ്കരിച്ചു. ഇത് കണ്ട ഉടനെ ഈ ജോസഫ് ഓടിപ്പോയി അപ്പനോടും സഹോദരന്മാരോടും പറഞ്ഞു. അപ്പനും സഹോദരന്മാരും ചോദിച്ചു, നീ എന്തോ പറയുന്നേ? നീ ഞങ്ങളുടെ എല്ലാം രാജാവോ? നിന്നെ ഞങ്ങളെല്ലാം കൂടെ, അപ്പന് വെളിപ്പാട് കിട്ടി, നിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നമസ്കരിക്കുവോ? പക്ഷെ ഈ ഒറ്റ സ്വപ്നം നിമിത്തം ജോസഫിനെ ഇവരെല്ലാം, സഹോദരന്മാരെല്ലാം വെറുത്തു. അടുത്ത് കഴിഞ്ഞപ്പോൾ 2-ാമത്തെ സ്വപ്നം കാണുന്നു. 2-ാമത്തെ സ്വപ്നം എന്തുവാ? 2-ാമത്തെ സ്വപ്നം സൂര്യൻ. ഒന്ന് പറഞ്ഞേ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ടാ തുടങ്ങിയേ. നിങ്ങൾ എൻ്റെ കൂടെ സംസാരിച്ചേ. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും കൂടെ ജോസഫിനെ നമസ്കരിക്കുന്നു. ഇത് കണ്ടോണ്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ രാജാവുമോ? സഹോദരന്മാർ ഈ സ്വപ്നം നിമിത്തം അവനെ ദ്വേഷിച്ചു. പക്ഷെ ബൈബിളിൽ എഴുതിയേക്ക, അപ്പൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ആട്ടിടയനായ യാക്കോബിൻ്റെ മകൻ ജോസഫ് ഈ സ്വപ്നം കണ്ടത് ആരായിരിക്കും? ഈ സ്വപ്നം ഈ ജോസഫിന് കൊടുത്തത് ഡിവൈൻ ഡ്രീംസ് ആയിരിക്കുമോ, ഡീമോണിക് ഡ്രീംസ് ആയിരിക്കുമോ, നാച്ചുറൽ ആയിട്ടുള്ള ഡ്രീംസ് ആയിരിക്കുമോ? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഡിവൈൻ ഡ്രീംസ്. ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവിനോട് ഇപ്രകാരം പറഞ്ഞു, ഇത് ജോസഫിൻ്റെ സ്വപ്നമല്ല, ഇത് മറ്റാരുടെ സ്വപ്നമല്ല, എനിക്ക് അവനെ കുറിച്ച് ആ തലമുറയിലുള്ള എൻ്റെ സ്വപ്നമാണ്. കേൾക്കുന്നുണ്ടോ? ഇത് ആരുടെ സ്വപ്നമല്ല, ഇത് എനിക്ക് ജോസഫിനെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നമാ. അപ്പൊ ഇന്ന് ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരെല്ലാം കേട്ടോ, നിന്നെക്കുറിച്ചും ദൈവം ഈ തലമുറയിൽ ഒരു സ്വപ്നം കാണുക. നീ തകർന്നു പോകാനല്ല ദൈവം സ്വപ്നം കാണുന്നത്. നിന്റെ മുമ്പിൽ ദേശത്തിൻ്റെ സകലതും വന്ന് നമസ്കരിക്കത്തക്ക രീതികളിൽ ദൈവം നിന്നെ ഒന്ന് ഉയർത്താൻ ആഗ്രഹിക്കുക. അത് ഉയർത്തുമ്പോൾ ആത്മീകമായിട്ട് മാത്രമല്ല, നിന്റെ സൈക്കോളജിക്കലി ദൈവം നിന്നെ പണിയും. നിന്നെ പല ഏരിയകളിൽ ദൈവം നിന്നെ പണിയാൻ വേണ്ടി തുടങ്ങും. നിന്നെ പ്രധാനപ്പെട്ട ഏരിയ നോക്കിയേ, സ്പിരിച്വൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ ആൻഡ് സോഷ്യൽ. ഇത്ര ഏരിയകളിൽ നിങ്ങളെ ദൈവം പണിയും, നമ്മളെ ദൈവം പണിയും. എൻ്റെ ദൈവമേ, എത്ര പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ദൈവം എന്നെ പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി യേശുപ്പച്ചനോടൊന്ന് പറഞ്ഞ്, യേശുപ്പ ഞാൻ റെഡിയാ. ഒന്ന് പറഞ്ഞേ യേശുപ്പ ഞാൻ റെഡിയാ. ഓ മൈ ഗാഡ്. അടുത്തത് നാം മുന്നോട്ട് വരാം. ജോസഫിന്റെ ചരിത്രങ്ങളിലേക്ക് നമുക്ക് വരാം. ജോസഫ് നോക്കിയേ, 13-ാമത്തെ വയസ്സിൽ, ആ ചരിത്രങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, 17-ാമത്തെ വയസ്സിൽ താൻ സ്വപ്നം കണ്ടു. ഈ സ്വപ്നം ദൈവത്തിൻ്റെ സ്വപ്നമായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആ വാക്കൊന്ന് പറഞ്ഞേ. നമുക്ക് പ്രധാനപ്പെട്ട വാക്കുകൾ മാത്രം പറഞ്ഞു പോവാം. ഇത് ആരുടെ സ്വപ്നമായിരുന്നു? ദൈവത്തിൻ്റെ. സഹോദരന്മാരെ ഒന്ന് പറഞ്ഞേ, ഇത് ആരുടെ സ്വപ്നമായിരുന്നു? ദൈവത്തിൻ്റെ സ്വപ്നം. ഒരു ദിവസം ഇപ്പം ദൈവത്തിന് സ്വപ്നമുണ്ട്. ദൈവം എങ്ങനെ പണിയുന്നെന്ന് ഞാൻ പറയാൻ പോവാം. ഒരു ദിവസം ജോസഫിനെ തൻ്റെ അപ്പൻ സഹോദരന്മാരുടെ വിശേഷം അറിയാൻ വേണ്ടി വിട്ടു. സഹോദരന്മാരുടെ വിശേഷം അറിയാൻ വേണ്ടി താൻ ചെല്ലുന്ന ദോഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ചെല്ലുന്നത്. ഷെഖേമിൽ ചെന്നു, ഷെഖേമിൽ ദോഥാനിൽ പോയി. ആ സ്ഥലത്തോട്ട് ചെല്ലുമ്പം സഹോദരന്മാരെല്ലാം ആട് തീറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ദൂരവേ കാണുക ഒരു പുള്ളി മൾട്ടി കളർ കോട്ട് ഇട്ടുകൊണ്ട്, എന്ന് വെച്ചാൽ വിശേഷപ്പെട്ട കോട്ട്. ആ കോട്ടിനൊരു പേരൊക്കെ ഉണ്ട്, ഇൻഹെറിറ്റേജ് കോട്ട്. അതൊക്കെ ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻഹെറിറ്റേജ് കോട്ട് എന്നുള്ളൊരു കോട്ട, മൾട്ടി കളർ കോട്ട് ഇട്ടുകൊണ്ട് ഈ യോസഫ് വരുന്ന കണ്ടപ്പോൾ ഇവരെല്ലാം കൂടി പറയാ, ദേ ഒരുവൻ വരുന്നുണ്ട്, അവൻ സ്വപ്നക്കാരനാ, അവൻ നമ്മൾ അവരുടെ മുന്നിൽ നമസ്കരിക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവനെ പിടിച്ച് കൊന്നുകളയാം, ഇവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ചുരുക്കത്തിൽ പറയട്ടെ, ജോസഫ് അച്ചാച്ചമാരേന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരികയും ഇവരെല്ലാം കൂടി ജോസഫിനെ പിടിച്ച്
അല്ലേ, എൻ്റെ ഭാഷയിൽ കൂടെ പറയാം. ഞാൻ കുറേ ചരിത്രങ്ങളും ആർക്കിയോളജിയുടെ കാര്യങ്ങളും കൂടെ എല്ലാം കൂടെ ചേർത്താ പറയാൻ വേണ്ടി പോന്നേ. ഇവൻ്റെ കൈയും കാലും കൂടെ കെട്ടി, അല്ലെ ഇവൻ്റെ കൈ കെട്ടി, അവിടെ ഒരു പൊട്ടക്കിണറുണ്ടായിരുന്നു. ആ പൊട്ടക്കിണറിൻ്റെ അകത്തേക്ക് ഇവനെ തെള്ളിയിട്ടു. അവൻ ആ കുഴിക്കകത്ത് കിടന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അച്ചാച്ചന്മാരെ എന്നെ ഉപദ്രവിക്കല്ലേ, നമ്മളെല്ലാം ഒരേ അപ്പൻ്റെ മക്കളാ, ഒരേ രക്തമാ, ദേവി ഇതെന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് ജോസഫ് അവിടെ കിടന്ന് കരഞ്ഞു കാണും. ഇവരൊന്നും മൈൻഡ് ചെയ്തില്ല. ഇവരെല്ലാം കൂടെ കൊല്ലാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ രൂബേൻ വന്ന് പറഞ്ഞു, ഇല്ല ഇവനെ കൊല്ലണ്ട, നമ്മൾ ഒരു അപ്പൻ്റെ മകനല്ലേ. രൂബേനാണോ യഹൂദയാണോ? ഓക്കെ, യഹൂദ വന്ന് പറഞ്ഞു, കൊല്ലണ്ട ഇവനെ, നമുക്ക് എന്തെങ്കിലും കൊല്ലാതിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്തൊരു കൂട്ടർ വരുന്നത് കണ്ട്. എനിക്ക് ജോസഫായിട്ട് ഒരു പയ്യനെ ഫ്രണ്ട് വേണം. ആർക്കെങ്കിലും എൻ്റെ കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ടൊന്ന് വരാമോ? ഒരു 17 വയസ്സുള്ളൊരു ചെറുക്കം, ഒരു പയ്യൻ വരാമോ? വാ, നിങ്ങളുടെ കൂട്ട് മോനെ ഓടിയോ. വെരി ഗുഡ്. ഈ മോനെ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. വെരി ഗുഡ്, ലവ് യു മോനെ. വാ, മിടുക്കൻ. ഓക്കെ, ജോസഫ്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേറൊരാളിനെ വേണം, ഒരു ഭർവോനെ വേണം. നിങ്ങൾ റെഡി ആയിരുന്നു? ഓക്കെ, ഇത് ജോസഫ്. കേട്ടോണേ, ജോസഫ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ കാണിച്ചു തരുന്നേ. ജോസഫ് പൊട്ടക്കിണറ്റി കിടക്കുക. സഹോദരന്മാരെല്ലാം കൂടെ കാണുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു സ്ഥലത്തുനിന്ന്, അല്ലേ, ഈജിപ്തിൽ നിന്നോണ്ട്, മിദ്യാനിൽ നിന്നോണ്ട് ഈജിപ്തിലേക്ക് പോകുന്ന വ്യാപാരം ചെയ്യുന്ന ഇസ്മായേലിയരെ കണ്ടു. എവിടുന്ന് എങ്ങോട്ട് പോകുന്നതാ? ഇതെല്ലാം ഞാൻ ചോദിക്കും, ഇതെല്ലാം നിങ്ങൾക്ക് ലിങ്ക് ചെയ്ത് തരാം. പെട്ടെന്ന് എന്നോട് പറയണം. മിദ്യാനിൽ നിന്നോണ്ട് എങ്ങോട്ട് പോകുന്നതാ? ഒന്ന് പറഞ്ഞേ. ഈജിപ്തിലേക്ക് പോകുന്ന ഇസ്മായേലിയരെ കണ്ടപ്പോൾ ഈ സഹോദരന്മാരെല്ലാം കൂടെ കോർത്തു, ഇവനെ കൊല്ലണ്ട, ഇവനെ അവിടുന്ന് വലിച്ചു കയറ്റി ഇവർക്ക് വിറ്റ് കളയാം. എന്നിട്ട് അപ്പനോട് പോയി പറയാം അവനെ ഒരു കാട്ടുമൃഗം കൊന്നുകളഞ്ഞെന്ന്. സഹോദരന്മാർ കയറിട്ട് കൊടുത്തു, കുഴിന്ന് വലിച്ചു കയറ്റി ഈ ചെറുക്കനെ പിടിച്ച് കെട്ടി. ഓനെ കൈ ഇങ്ങനെ വെച്ചു, ഇവനെ പിടിച്ച് കെട്ടി. സഹോദരന്മാർ എൻ്റെ ഭാഷ പറഞ്ഞ് 2 ഇടിയും കൂടെ കൊടുത്തു കാണും. ഇവനെ കിടന്ന് വെപ്രാളം പിടിക്കും, ഇവനെ 2 ഇടിയും കൂടെ കൊടുത്തു കാണും, അല്ലേ. എന്നിട്ട് ഇവൻ നോക്കുക, എന്തോ അച്ചാച്ചന്മാർ എന്നെ ചെയ്യുന്നേ. ഇവനെ ഇങ്ങോട്ട് പിടിച്ചു കെട്ടി ഇവരുടെ കയ്യിലോട്ട് അങ്ങോട്ട് കൊടുത്തു. ഈ ചെറുക്കൻ നിന്ന് കരയുക. ഇവരെങ്ങോട്ട് പോകുന്നതെന്നറിയാമോ? ഈജിപ്തിലേക്ക് പോകുന്ന ഇവനെ വിറ്റ് കളഞ്ഞതുകൊണ്ട് ഇവർക്ക് 20 വെള്ളിക്കാശ് കിട്ടി. എത്ര വെള്ളിക്കാശ് കിട്ടി? എൻ്റെ കൂടെ പറഞ്ഞു 20 വെള്ളിക്കാശ് കിട്ടി. ഇവരതെല്ലാം വീതം വെച്ച ഒരു ആടിനെയും ഒരു മൃഗത്തെയും കൊന്ന് അവൻ്റെ മൾട്ടി കളർ കോട്ടിൽ രക്തവും പുരട്ടി അപ്പനെ കൊണ്ട് കാഴ്ചവെക്കുക. അവിടെ എല്ലാം നമ്മൾ ഓടിയങ്ങ് പോവാ. ഈ ചെറുക്കനെ നിങ്ങൾ കേൾക്കണോ? ആർക്കിയോളജി, ഹിസ്റ്റോറിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ പഠിപ്പിക്കുന്ന അതിൻ്റെ ചരിത്രങ്ങൾ ദൈവവചനത്തിൽ കൂടെ പഠിക്കുമ്പോൾ നമുക്ക് കാണാം, അന്നത്തെ കാലത്ത് ഒരടിമയെ വിറ്റ് കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ അടിമയ്ക്കൊരു പേരില്ല. ഈ അടിമയ്ക്ക് പിന്നെ നമ്പരേ ഉള്ളൂ. ഇവൻ ഒരിക്കലും അപ്പൻ്റെ പേരിലല്ല ഇനി അറിയപ്പെടുന്നത്, കുടുംബ പേരിലല്ല അറിയപ്പെടുന്നത്. ഇവൻ്റെ പേരിന് പോലും പ്രസക്തിയില്ല. ഇവൻ എന്തോ ഉണ്ടോ ഇനി? നമ്പർ, മൊബൈൽ നമ്പർ അല്ല കേട്ടോ. എന്തോ ഉണ്ട്? ഇവനൊരു നമ്പരേ ഉള്ളൂ. ഇവനെ കൊണ്ടുപോവാ, ഇവനെ പിടിച്ചു കെട്ടി ഈജിപ്തിലേക്ക് കൊണ്ടുപോവാ. ഞാൻ ഈ വാക്കുകളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ലിങ്ക് ചെയ്യാം കേട്ടോ. ഈജിപ്തിൽ കൊണ്ടുപോയി അടിമച്ചന്തയിൽ ഈ ചെറുക്കനെ നിർത്തിയേക്കുക. അടിമച്ചന്തയിൽ അടിമകളായ ഒത്തിരി പേര് ഈ ചെറുക്കം ഇവനെ മേടിക്കാൻ വരും, അടിമകളെ മേടിക്കാൻ വരും. ബിസിനസ്സുകാർ വരും, ഫാമിൻ്റെ ആൾക്കാർ വരും, പല ആൾക്കാർ വന്നു. അവരൊക്കെ വന്ന് പലരെ മേടിച്ചുകൊണ്ട് പോയി. അവർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല ഇവനെ. പക്ഷെ ഒരാൾ വന്നു, അവർക്കിവനെ ഇഷ്ടപ്പെട്ടു. അവിടെ എഴുതിയിട്ടുണ്ട്, ഈ വാക്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ദൈവവചനത്തിൽ കിടപ്പുണ്ട്. ജോസഫിൻ്റെ 2 ഡ്രീംസ് ഞാൻ ഇതിന്ന് പറയാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള എക്സ്പ്ലനേഷൻ ചെയ്തുകൊണ്ട് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇതെല്ലാം അവിടെ കിടപ്പുണ്ട്. ആരാ വന്നേന്നറിയോ മേടിക്കാൻ? പൊത്തിഫർ. ആ പൊത്തിഫർ എന്ന് പറഞ്ഞാലും അതിൻ്റെ ചരിത്രം ഞാൻ പറയാം. പൊത്തിഫർ വന്ന് അവൻ്റെ വീട്ടിലേക്ക് ഇവനെ അടിമയായിട്ട് മേടിച്ചോണ്ട് പോവാ. നിങ്ങൾ കേട്ടോണേ, അടിമയായിട്ട് എങ്ങോട്ട് മേടിച്ചോണ്ട് പോയി? പൊത്തിഫറിന്റെ വീട്ടിലേക്ക്. ഒന്ന് പറഞ്ഞ് എങ്ങോട്ട് മേടിച്ചോണ്ട് പോയി? പൊത്തിഫർ. ഇനി ഞാൻ പൊത്തിഫർ എന്ന് എന്തുവാണ് ആ വാക്കിന്റെ അർത്ഥം ചരിത്രങ്ങളിൽ കൂടെ പറയാം. പൊത്തിഫർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല. പൊത്തിഫർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഫറവോൻ രാജാവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഗവർണർമാരുണ്ട്. ഓരോ പ്രൊവിനൻസ് നോക്കുന്നതും ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കുന്ന ഓരോ ഗവർണർമാരുണ്ട്. അങ്ങനെ ആ രാജ്യത്ത് ഗവർണർമാർക്ക്, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഗവർണർമാർക്ക് വിളിക്കുന്ന പേരാണ്
പൊത്തിഫർ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു പൊത്തിഫർ, ഒരു ഗവർണറിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നു. ഈ ഗവർണറിന്റെ ജോലി എന്തുവാന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ബൈബിളിൽ എഴുതിയിട്ടുണ്ട് ഈ വാക്കുകളെല്ലാം. അകമ്പടി നായകനായ പൊത്തിഫർ. കേട്ടോ, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത് സെക്യൂരിറ്റി ഗാർഡ് എന്നാണ് എഴുതിയേക്കുന്നത്. ഫറവോന്റെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായ ആ പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ആള് വന്ന് ഇവനെ പിടിച്ചോണ്ട് പോയി. ജോസഫ് ഇവിടെ നിൽക്കുക. ഞാൻ ഇനി അല്പ ചരിത്രങ്ങൾ പറയാൻ വേണ്ടി പോവാ. കേൾക്കാൻ റെഡിയാണോ? ഒരു ഹല്ലേലൂയ പറഞ്ഞ് പെട്ടെന്ന്. ഓക്കെ, ഈ അന്നത്തെ കാലത്തെ ഫറവോന്റെ ചരിത്രങ്ങൾ ഒന്ന് പറ. ഇതൊക്കെ മനസ്സിലായെങ്കിലേ ദൈവവചനത്തിന്റെ ഡീപ്പ് അങ്ങോട്ട് മനസ്സിലാകത്തുള്ളൂ. അന്നത്തെ കാലത്തെ ഫറവോന് സെക്യൂരിറ്റി കൊടുക്കുന്ന ഫറവോന്റെ അകമ്പടി പട്ടാളത്തിൽ 33 പേരുണ്ടായിരുന്നു. 33 പേരുടെ ടോപ്പ് ചീഫാണ് ഈ പൊത്തിഫർ. ഏത് പൊത്തിഫർ? ജോസഫ് ചെന്ന അവിടുത്തെ പൊത്തിഫർ. എന്തുവാ അന്നത്തെ ഫറവോൻ ഇത്ര വലിയ ആ സെക്യൂരിറ്റിയുടെ കാര്യം എന്നറിയാമോ? ഫറവോനെ കുറിച്ച് അവര് വിശ്വസിച്ചിരുന്നത് അവരുടെ ലിവിങ് ഗോഡ് ആയിരുന്നെന്നാ അവര് വിശ്വസിച്ചിരിക്കുന്നത്. ഫറവോൻ അവരുടെ ലിവിങ് ഗോഡാ. ഒറ്റ ഒരു വ്യക്തിക്ക് അവരുടെ ലിവിങ് ഗോഡിന്റെ 10 അടി അടുക്കൽ ചെല്ലാൻ വേണ്ടി പറ്റത്തില്ല. 10 feet അടുക്ക ചെല്ലാൻ പറ്റത്തില്ല. 10 അടി അടുക്കൽ ഒരു മനുഷ്യനാകട്ടെ ഒരു മൃഗമാകട്ടെ എന്തെങ്കിലും അടുത്തു വന്നാൽ അന്നേരം അതിനെ വെട്ടിക്കളയും. അടുത്തത്, ഫറവോന്റെ കണ്ണി നോക്കി ഒരാൾക്ക് പോലും സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഒരു ഫറവോനൊന്ന് വരാമോ? എഴുന്നേറ്റ് പെട്ടെന്ന് വരാമോ? വാ, വെരി ഗുഡ്. നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ കുഞ്ഞിന്. ഓക്കെ, ഫറവോൻ ഇരുന്നോ? ഈ ഫറവോൻ നോക്കിയേ, ഫറവോന്റെ 10 അടി അടുക്ക ചെല്ലാൻ പറ്റത്തില്ല. ഫറവോന്റെ കണ്ണി നോക്കി ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആരെങ്കിലും കണ്ണി നോക്കി സംസാരിച്ചാൽ അവനെ അന്നേരം കൊന്നുകളയും. അവര് വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഫറവോൻ എന്ന് പറയുന്നത് അവരുടെ ലിവിങ് ഗോഡാ, ജീവിക്കുന്ന ദൈവമാ എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. ഈ ഫറവോന്റെ ബന്ധുവും കൂടെയാ ഈ ജോസഫ് ചെന്ന വീട്ടിലെ പൊത്തിഫർ. ഇത്രയും ചരിത്രം മനസ്സിലായോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഫറവോൻ നോക്കി. ഇനി ഞാൻ അടുത്ത കാര്യം പറഞ്ഞു. ജോസഫിലേക്ക് മടങ്ങി വരിക, വേഗത്തിൽ വരിക. ജോസഫ് ആ വീട്ടിൽ ചെന്നു. ജോസഫ് ചെന്നപ്പോൾ ബൈബിൾ എഴുതിയിരിക്കുക, ജോസഫിനോട് കൂടെ ആരിരുന്നു? ഒന്ന് ആ വേർഡൊന്ന് പറഞ്ഞ്. ആരിരുന്നു? ദൈവം ജോസഫിനോട് കൂടെ ഇരുന്നു. ജോസഫ് ചെയ്യുന്ന സകല കാര്യങ്ങളിലും ജോസഫ് വർത്തിക്കാൻ വേണ്ടി തുടങ്ങി, കൃതാർത്ഥനാകാൻ വേണ്ടി തുടങ്ങി. അടുത്തത് കേട്ടോ, ജോസഫിനെ ഈ വീട്ടിൽ ദൈവം കൊണ്ടുവന്നിട്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. ഞാനൊന്ന് ചുരുക്കത്തിൽ പറയുക, കാരണം എൻ്റെ സമയം കൂടെ പോകുന്നുണ്ട്, ഓടി പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. ഫറവോന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന ഗവർണറിന്റെ വീട്ടിൽ പല ഗവർണർമാർ വിസിറ്റിങ്ങിന് വരും. ആ വിസിറ്റിങ്ങിന് വരുന്ന സമയത്ത് ആ ഗവർണർമാർ എങ്ങനെയാ വരുന്നേ? അവരുടെ ഡ്രസ് കോഡ് എന്തുവാ? അവരുടെ കൾച്ചർ എന്തുവാ? അവരുടെ പ്രോട്ടോകോൾ എന്തുവാ? അവരുടെ ടേബിൾ മാനേഴ്സ് എന്തുവാ? അവരുടെ സിസ്റ്റം എന്തുവാ? അവരുടെ കൾച്ചർ എന്തുവാ? സകലതും ആര് കണ്ടു? ഒന്ന് പറഞ്ഞേ കുഞ്ഞുങ്ങളെ, ആര് കണ്ടു? ജോസഫ് കണ്ടു. ജോസഫ് അവിടെ ശുശ്രൂഷിക്കുന്നവരുടെ കൂട്ടത്തിലെ മേലധികാരിയായി. ഇതെല്ലാം ജോസഫ് കണ്ടു. അവര് ഫുഡ് കഴിക്കുമ്പം എങ്ങനെ കഴിക്കുന്നേ? നിങ്ങൾക്കറിയാം, ബൈബിളിൽ തന്നെ തെളിവുണ്ട്. അവർ ആട്ടിടയന്മാരുടെ കൂടെ ഇരുന്ന് കഴിക്കത്തില്ല അല്ലേ? അവർക്ക് പ്രത്യേക മീറ്റ് ഉണ്ട്. അവർ കഴിക്കുമ്പം പല കോഴ്സ് ഫുഡാണ് കഴിക്കുന്നത്. അവരുടെ ഡ്രസ് കോഡ് എന്തോ? പൊത്തിഫറിന്റെ അല്ലെങ്കിൽ ഗവർണറിന്റെ ഡ്രസ്സ് എന്തുവാ? ഗവർണറിന്റെ പിയുടെ ഡ്രസ്സ് എന്തുവാ? ഗവർണറിന്റെ പി എവിടെ ഇരിക്കണം? ഗവർണർ എവിടെ ഇരിക്കണം? അതിന്റെ സീനിയോറിറ്റി ഓർഡർ, ഇതെല്ലാം ആര് കണ്ടു? ഒന്ന് പറഞ്ഞേ. ജോസഫ് കണ്ടു. അവരെ എങ്ങനെ വിഷ് ചെയ്യുന്നത്, ഫറവോന്റെ കാര്യങ്ങളെല്ലാം കേട്ടു. ഈ വീട്ടിൽ നിന്ന് കേൾക്കുക, സകല ലാംഗ്വേജ് പഠിച്ചു, കൾച്ചർ പഠിച്ചു, അവിടുത്തെ സിസ്റ്റം പഠിച്ചു, പ്രോട്ടോകോൾ പഠിച്ചു. ഈ ചെറുക്കൻ എങ്ങനെ ഇവിടെ വന്നേ? ആ വേർഡ് പറഞ്ഞേ, ഞാൻ ലാസ്റ്റിലേക്ക് അതിലെല്ലാം എങ്ങനെ വന്നേ? അടിമയായിട്ട്. എല്ലാവരും വാക്കൊന്ന് പറഞ്ഞേ, എങ്ങനെ ഇവിടെ വന്നേ? നിങ്ങളത് ഉറക്കെ പറഞ്ഞേ പറ്റൂ. അടിമയായിട്ട്. ഞാൻ ലാസ്റ്റ് ചോദിക്കുക, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് റിപ്പീറ്റ് ചെയ്തേ കേട്ടോ ദൈവമക്കളെ. അടിമയായിട്ട് വന്നതാ. ഈ ചെറുക്കൻ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് പോവാ.
അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഈ പൊത്തിഫേറിന്റെ ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ പേര് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സെലൂക്ക എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്, സെലൂക്ക. ആ പൊത്തിഫേർ വിവാഹം കഴിച്ചത് ഒരു പൊളിറ്റിക്കൽ മാരേജ് ആയിരുന്നു, രാഷ്ട്രീയ വിവാഹമായിരുന്നു. അതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. പക്ഷെ അന്നത്തെ രാജാവ്, അതിൻ്റെ ഒത്തിരി ചരിത്രം ഞാൻ പറയുന്നില്ല, പക്ഷെ അവിടെ ഇവിടെ ഓടിച്ചെന്ന് പറയട്ടെ, അന്നത്തെ രാജാവായ ഫറവോൻ ഈ പൊത്തിഫേർ ഇവരുടെ ബന്ധുവായതുകൊണ്ട് ആ രാജ്യത്തൊരു ഭയങ്കര ഫീസ്റ്റ് നടക്കുക. ആ ഫീസ്റ്റ് എന്തോന്നറിയാമോ? അവർ മഴയ്ക്കൊരു ദേവനുണ്ട്. ആ മഴയുടെ ദേവന് പറയുന്ന പേരുണ്ട് ഐസിസ് എന്നങ്ങാണ്ട്. ആ ദേവന് പറയുന്ന പേര് നമ്മുടെ ഇന്നത്തെ ഐസിസ് അല്ല, ഒരു ഐസിസ് എന്ന് പറയുന്ന, ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഐസിസ് എന്നായിരുന്നു ആ ദേവന്റെ പേര്. ഈ മഴയ്ക്കൊരു ദേവനുണ്ട്. അടുത്തത് കൃഷിക്കൊരു ദേവനുണ്ട്. കൃഷിയുടെ ദേവന്റെ പേര് ഒസൈറസ് എന്നായിരുന്നു ആ ദേവന്റെ പേര്, ഒസൈറസ്. ഇതെല്ലാം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒസൈറസ് എന്നായിരുന്നു ആ ദേവന്റെ പേര്, ഒസൈറസ്. നോക്കിയേ, ജോസഫ് എത്ര കാര്യങ്ങൾ പഠിച്ചെന്ന് നോക്കിയാൽ ആ വീട്ടിൽ നിന്നുകൊണ്ട് കൾച്ചർ, ലാംഗ്വേജ്, ഡ്രസ്, ഫുഡ്, പ്രോട്ടോകോൾ, മാനേഴ്സ്. നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്, എഴുതിയെടുത്തോ. ഇത്രയും കാര്യങ്ങൾ ജോസഫ് പഠിച്ചു. ആ രാജ്യത്തിൻ്റെ ഇത്രയും സിസ്റ്റങ്ങൾ പഠിച്ചു. ഓക്കെ, ഇത് ആ രാജ്യത്ത് വലിയൊരു ഫീസ്റ്റ് നടക്കുക. ഫീസ്റ്റ് നടക്കുന്ന സമയത്ത് രാജാവിൻ്റെ ബന്ധുവായതുകൊണ്ട് ഈ ഐസസ് ആയിട്ട്, മഴയുടെ ദേവതയായിട്ട് ഈ രാജാവ് തെരഞ്ഞെടുത്തത് ഈ സെലൂക്ക എന്ന് പറഞ്ഞ ഈ ലേഡിയെയാണ്. ഈ സെലൂക്കായിക്ക് ഒരു പുരുഷനെ തെരഞ്ഞെടുക്കാം. 4 ദിവസം ആ വ്യക്തിയുടെ കൂടെ താമസിക്കാം. താമസിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകണം. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ മിത്തോളജി, ഇവരുടെ ഇതിൽ വിശ്വസിക്കുന്ന എന്തുവാണെന്നറിയാമോ? രാജ്യത്തെ മുഴുവനും കൾട്ടിവേഷൻ, പ്രൊഡക്ടിവിറ്റി, ഹാർവസ്റ്റിന് ഇവരെ ഇനിയും ദേവതയാകാൻ പോവാ, രാജ്യം ഭയങ്കര അഭിവൃദ്ധിപ്പെടാൻ പോവാ എന്നാണ് അവരുടെ അന്ധവിശ്വാസത്തിൽ അവർ വിശ്വസിച്ചിരിക്കുന്നത്. ഈ ലേഡിയാണ് മഴയുടെ ദേവതയായി തെരഞ്ഞെടുത്തത്. പക്ഷെ ഈ ലേഡിക്ക് ഒരു പുരുഷനെ തെരഞ്ഞെടുക്കാം. ഈ ലേഡി ആരെ തെരഞ്ഞെടുത്തെന്നറിയാമോ? ഈ ലേഡി തെരഞ്ഞെടുത്ത ജോസഫിനെ. പക്ഷെ ജോസഫ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ഒരിക്കലും എൻ്റെ ദൈവത്തോട് പാപം ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു യഹൂദനാ, ഞാനൊരു എബ്രായനാ. നോക്കിയേ, മറ്റൊരു രാജ്യത്ത് പോയി കിടന്നിട്ടും അവൻ്റെ ഉള്ളിൽ പതിഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധ്യം അവൻ്റെ ഉള്ളിൽ കിടന്നതുകൊണ്ട് അവന് പാപം ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. എന്ന് നമ്മളുടെ ജീവിതത്തിലും ഇത് വലിയൊരു പാഠം കേട്ടോ. ദൈവത്തെക്കുറിച്ചൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാതാപിതാക്കൾ കാണത്തില്ലായിരിക്കാം, പാസ്റ്റേഴ്സ് കാണത്തില്ലായിരിക്കാം, മറ്റാരും കാണത്തില്ലായിരിക്കും, ദൈവം എന്നെ കാണുന്നുള്ളൊരു ചിന്ത നമ്മുടെ ഹൃദയങ്ങളിൽ ഭരിക്കട്ടെ. ജോസഫ് അവിടെ നിന്ന് മാറിപ്പോയി. അവസാനം ജോസഫിനെ ഈ സ്ത്രീ കയറി പിടിച്ചു. നിങ്ങൾക്ക് ആ ചരിത്രങ്ങൾ അറിയാം, പിടിച്ചു. അവസാനം ജോസഫ് ചെയ്യാത്ത തെറ്റിന് ജോസഫ് ജയിലിൽ പോകേണ്ടി വന്നു. ഏകദേശം 10ഓളം വർഷം ഈ വീട്ടിൽ ഭരിച്ച, ഈ വീടിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടന്ന ജോസഫ് ഇപ്പം നോക്കി ഒരു ജയിലിൽ പോവാ. ആ ജയിലിന്റെ ചരിത്രം കൂടെ ഞാൻ പറയാൻ പോവാ. ജയിലിൽ പോവാ. ആ ജയിലിൽ, ഏത് ജയിലാണെന്നറിയാമോ? ഈ ജയിലിന്റെ പേരാണ് പൊളിറ്റിക്കൽ പ്രിസൺ. ഞാൻ ആ ജയിൽ എവിടാന്ന് പറയാം. ഈ ജയിലുള്ളത് ഓൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താ. എവിടെയുള്ളേ? ഓൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താ ഉള്ളേ. ഈ ഓനിലെ ജയിലിന് ഒരു കാര്യം, അതിന്റെ ചരിത്രങ്ങളൊന്ന് പറയുക. ഓനിൽ നിന്നുകൊണ്ട് 600 മൈല് ദൂരമുണ്ട് കൊട്ടാരത്തിലേക്ക്. 600 മൈല് ദൂരമാ കൊട്ടാരത്തിലേക്ക്. അന്നത്തെ കൊട്ടാരമുള്ളത് ഈജിപ്തിലെ സൗത്ത് ഈജിപ്തിലായിരുന്നു. തീവ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അന്നത്തെ കൊട്ടാരം ഉണ്ടായിരുന്നത്. എത്ര ദൂരമുണ്ട് ഇത് തമ്മിൽ? ഒന്ന് പറഞ്ഞേ. ഇതെല്ലാം കൂടെ ഞാൻ ലിങ്ക് ചെയ്യുമ്പം 600 മൈല് ദൂരം ഉണ്ടായിരുന്നു ഈ സ്ഥലത്ത് കിടക്കാൻ. ഇതൊരു പൊളിറ്റിക്കൽ പ്രിസൺ ആണെന്നുള്ളതിന് അടുത്ത തെളിവ് രാഷ്ട്രീയ ജയിലായിരുന്നു. കൊലപ്പുള്ളികളെ ഇടുന്ന ജയിലല്ലായിരുന്നു. അടുത്ത ദിവസം രാജാവിൻ്റെ 2 ഒഫീഷ്യൽസ് ഇവിടെ വന്നു. ആരൊക്കെയാ വന്നേ? പാനപാത്രവാഹകനും അപ്പക്കാരൻ്റെ പ്രമാണിയും 2 പേര് ഈ ജയിലിൽ വന്നു. ഈ ജോസഫ് ഗവർണറിൻ്റെ വീട്ടിലെ ജോലിക്കാരനായതുകൊണ്ട് ഈ ജോസഫ് പോയത് പൊളിറ്റിക്കൽ പ്രിസണില. ഈ പൊളിറ്റിക്കൽ പ്രിസണിൽ 2 പേര് വന്നു. ആരൊക്കെ? ഒന്നും കൂടെ പറഞ്ഞേ. പാനപാത്രവാഹകനും അപ്പക്കാരൻ്റെ പ്രമാണിയും 2 പേര് ഇവിടെ ഈ ജയിലിൽ വന്നു. പക്ഷെ ജയിലിൽ ചെന്നപ്പം ബൈബിൾ എഴുതിയേക്ക, യഹോവ ജോസഫിനോട് കൂടെ ഇരുന്നു. നിങ്ങൾ ഓർത്തോ, പ്രതിസന്ധികളുടെ അകത്തൂടെ നിങ്ങൾ കയറിപ്പോകുമ്പോഴും അത് നിന്റെ മേൽ വിളി കിടപ്പുണ്ടെങ്കിൽ നിന്റെ തകർച്ചയ്ക്കല്ല, നീ പറന്നുയരാനുള്ള ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്. കേൾക്കുന്നുണ്ടോ? നീ പറന്നുയരാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാ. ജോസഫ് അവിടെ കിടക്കുമ്പോൾ ജയിലിൽ, ആ ജയിലിന് പറയുന്നൊരു പേരുണ്ട്, കുണ്ടറ. കൊല്ലത്തെ കുണ്ടറയല്ല കേട്ടോ,
കുണ്ടറയിൽ കിടക്കുന്ന സമയത്ത് 2 ഒഫീഷ്യൽസ് ഇവിടെ വന്നു. പക്ഷെ ഇവിടെ വരുന്നതിനെക്കാട്ടിലും മുൻപേ ജോസഫിനെ ആ കാരാഗ്രഹത്തിന്റെ ആ കുണ്ടറയുടെ എല്ലാത്തിനെയും അധികാരിയായി അതിൻ്റെ ആൾക്കാർ വെച്ചിരുന്നു. ജോസഫിന് എല്ലാ മുറികളിലും ചെന്ന് ജയിൽ പുള്ളികളെ, തടവുകാരെ ജോസഫിന് കാണാം. ഇങ്ങനെ പൊക്കോണ്ടിരുന്നു. ഒരു ദിവസം ഈ അപ്പക്കാരന്റെ പ്രമാണിയും പാനപാത്രവാഹകനും ഇവിടെ കിടക്കുന്ന സമയത്ത് ജോസഫ് ഇവരെ 2 പേരെയും കാണാൻ വേണ്ടി ചെന്നു. 2 പേരും ഒരു മുറിക്കകത്ത് കിടക്കുക. അവിടെ ചെന്നപ്പോൾ 2 പേരും തലേ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടത്, ഒന്നാമത്തെ പാനപാത്രവാഹകൻ സ്വപ്നം കണ്ട് ഇവരിങ്ങനെ ദുഃഖിച്ചിരിക്കുക. അപ്പക്കാരന്റെ പ്രമാണി സ്വപ്നം കണ്ടു. പാനപാത്രവാഹകൻ കണ്ട സ്വപ്നം എന്തോന്നറിയാമോ? എന്തോ സ്വപ്നം കണ്ടേ? രാജാവിൻ്റെ പാനപാത്രം തൻ്റെ കയ്യിലിരിക്കുന്നു. താൻ മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് ആ മുന്തിരി പിഴിഞ്ഞ് രാജാവിൻ്റെ പാനപാത്രത്തിൽ ഒഴിച്ചിട്ട് രാജാവിന് കൊടുക്കുന്നു. ഇത് കേട്ടുടനെ തന്നെ ജോസഫിന് മനസ്സിലായി, ഇവനെ അടുത്ത 3 ദിവസത്തിനകം, 3 കൊമ്പെന്നാ പറയുന്നത്, 3 ദിവസത്തിനകം ഈ പാനപാത്രവാഹകനെ രാജാവ് റിസ്റ്റോർ ചെയ്യും. കണ്ടോ, 3 കൊമ്പ് എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിനകം റിസ്റ്റോർ ചെയ്യും. ജോസഫ് ഈ പാനപാത്രവാഹകനോട് പറഞ്ഞു, യജമാനനെ, അങ്ങ് രാജാവിൻ്റെ അടുക്കലേക്ക് ദൈവം അങ്ങേ 3 ദിവസത്തിനകം റിസ്റ്റോർ ചെയ്യും. എന്തുവാന്ന് കേട്ടോണേ, ഞാൻ അതിൻ്റെ വാക്കുകൾ പറയാം. 3 ദിവസത്തിനകം റിസ്റ്റോർ ചെയ്യും. അങ്ങ് രാജാവിൻ്റെ അടുക്ക ചെല്ലുമ്പം പോയി പറയണേ, ഞാൻ ഇവിടുത്തുകാരനല്ല, എൻ്റെ അപ്പനും സഹോദരന്മാരും കനാൻ ദേശത്തുണ്ട്, എന്നെ ഇവിടെ അടിമയായിട്ട് വിറ്റ് കളഞ്ഞ രാജാവിനോട് എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞ് പ്ലീസ് എന്നെ ഒന്ന് രക്ഷിക്കണേ. പക്ഷെ എന്തോ ചെയ്യുന്നറിയാമോ? ആ വാക്കവിടെ നിൽക്കട്ടെ. ഈ അപ്പക്കാരൻ്റെ ഈ പാനപാത്രവാഹകന്റെ കാര്യം ഇതെല്ലാം പറഞ്ഞു. ഈ അന്നേരം അപ്പക്കാരൻ ഇത് കേട്ടു. അപ്പക്കാരൻ കേട്ടപ്പോൾ ഓർത്ത്, കൊള്ളാമല്ലോ. അപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ തലയിൽ 3 കൊട്ട അപ്പങ്ങൾ ഉണ്ടായിരുന്നു, അതിൽ രാജാവിനുള്ള അപ്പത്തരം ഉണ്ടായിരുന്നു. ഞാനിത് കൊണ്ടുപോകുന്ന വഴിയിൽ പറവകൾ, പക്ഷികൾ വന്ന് ഈ അപ്പത്തെ തിന്നുകളഞ്ഞു. ഇവൻ ഓർത്ത് ഇപ്പോഴാണ് നല്ലത് വരുമെന്ന് ഓർത്തപ്പൻ ഈ ജോസഫ് പറയുക, ഇല്ല, അടുത്ത 3 ദിവസത്തിനകം രാജാവ് നിന്നെ തൂക്കിക്കളയും, നിന്റെ ശരീരത്തിൽ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾ തിന്നുകളയും എന്ന് പറഞ്ഞു. 2 പേരും ഞെട്ടിപ്പോയി. ഇനി ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. ഇനി സ്ലോലി ഇത്രയും ചരിത്രങ്ങളിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മുന്നോട്ട് വരിക. ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ജോസഫ് ജയിലിൽ ചെന്നു. ഈ ജയില് ജോസഫിനെ തളർത്തിയോ ജോസഫിനെ വളർത്തിയോ? പറഞ്ഞേ. ജോസഫിനെ വളർത്തി. ഒരുവന്റെ കൂടെ ദൈവം ഇരുന്ന ജയിലിനകത്ത് നീ കയറേണ്ടി വന്നാലും, പ്രതിസന്ധിക്കകത്ത് നീ പോകേണ്ടി വന്നാലും നീ തകരത്തില്ല. ദൈവം നിന്നെ സൈക്കോളജിക്കലി, മനസ്സിലാകുന്നവരുണ്ടോ? ദൈവം നിന്നെ സൈക്കോളജിക്കലി പണിതുകൊണ്ടിരിക്കുക. ജോസഫ് ജയിലിൽ വരുന്നത് സ്വപ്നം കാണുന്നവനായിട്ടാ വന്നേ. പക്ഷെ ജയില് തന്നെ തളർത്തിയില്ല. ജയിലിൽ നിന്ന് താൻ ഇറങ്ങുന്നത് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നവനായിട്ടാ. കേൾക്കുന്നുണ്ടോ? അപ്പൊ പ്രതിസന്ധികളിൽ ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ, നീ സ്കൂളിലാകട്ടെ, കോളേജിലാകട്ടെ, ജോലിയിലാകട്ടെ, നിന്റെ ഏത് പ്രതിസന്ധികളിൽ ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ നിങ്ങൾ വളരുമോ നിങ്ങൾ തളരുമോ? ഉറക്കെ പറഞ്ഞേ. ഓ, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ ഒരു പ്രതിസന്ധികൾക്കും എന്നെ തളർത്താൻ പറ്റത്തില്ല, ഒരു പ്രതികൂലങ്ങൾക്കും എന്നെ തളർത്താൻ പറ്റത്തില്ല. നീ അറിയാതെ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ചലിച്ചോണ്ടിരിക്കുക. ഞാൻ അത് പറയാം, നീ അറിയാതെ ദൈവത്തിന്റെ കൈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മേൽ ചലിച്ചോണ്ടിരിക്കുക. ഈ ശബ്ദം ഉയർത്തി പറയുന്നത്, നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ വിളിച്ചു പറയാം, നീ അറിയാതെ പ്രതിസന്ധിക്കകത്തൂടെ ദൈവത്തിന്റെ കൈ നിന്റെ മേൽ ചലിച്ചോണ്ടിരിക്കുക. കാരണം നിന്നെ കുറിച്ച് ദൈവത്തിന് നാളുകളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട് കേട്ടോ. ഒരു സ്വപ്നമുണ്ട്. നോക്കിയേ, ഈ ജയിലിൽ കിടക്ക. അപ്പ പാനപാത്രവാഹകനോട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കണേ. പക്ഷെ ബൈബിൾ എഴുതിയേക്ക, പാനപാത്രവാഹകനെ 3 ദിവസത്തിനകം രാജാവ് റിസ്റ്റോർ ചെയ്തു. പക്ഷെ പാനപാത്രവാഹകൻ മറന്നുപോയി. അപ്പക്കാരന്റെ പ്രമാണിയെ തൂക്കിക്കൊന്നു. ജോസഫ് പറഞ്ഞതുപോലെ നടന്നു. പിന്നെയും കഴിഞ്ഞു 2 വർഷം. 2 വർഷം ഈ ആലോചന പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയില്ല, ഒരു ചോക്ലേറ്റ് പോലും കൊടുത്തില്ല അല്ലേ? പക്ഷെ ബൈബിൾ എഴുതിയേക്ക 2 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പം രാജാവ് ഒരു സ്വപ്നം കാണുക. രാജാവ് സ്വപ്നം കാണുന്നത് എന്തോന്നറിയാം? രാജാവ് കാണുക, താൻ നദീതീരത്ത് നിൽക്കുന്നു. രാജാവിൻ്റെ സ്വപ്നം നിങ്ങളോടൊക്കെ ചോദിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് കൂടി പോവാ.
നദീതീരത്ത് നിൽക്കുന്നു. നദീതീരത്തുനിന്ന് തടിച്ചു കൊഴുത്ത എത്ര പശുക്കളാ? ഒന്ന് പറഞ്ഞേ. 7 പശുക്കൾ കയറി വന്ന് മേഞ്ഞുകൊണ്ടിരുന്നു. തടിച്ചു കൊഴുത്ത പശുക്കൾ. ഇത് മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത 7 പശുക്കൾ ഈ നദിയിൽ നിന്ന് കയറി വന്ന് ഈ തടിച്ചു കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. ഇതിൻ്റെ മെലിഞ്ഞ പശുവിൻ്റെ വയറ്റിൽ ഈ തടിച്ചു കൊഴുത്ത പശു ചെന്നിട്ട് ഒന്നും അറിയാനില്ലെന്ന്. ഈ സ്വപ്നം കണ്ട് രാജാവ് അസ്വസ്ഥനായി. രാജാവ് ആകുലനായി. അത് കഴിഞ്ഞു കുറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത സ്വപ്നം. നല്ല 7 നെൽക്കതിർ, ഭയങ്കരമായിട്ട് നിൽക്കുന്ന നെൽക്കതിർ. അതങ്ങോട്ട് നല്ലതായിട്ട് നിൽക്കുമ്പോൾ അടുത്ത് വരുന്നു കിഴക്കൻ കാറ്റിനാൽ ഉണങ്ങിയതും കരിഞ്ഞതുമായ 7 നെൽക്കതിർ വന്ന് ഈ നല്ല നെൽക്കതിരിനെ വിഴുങ്ങിക്കളഞ്ഞപ്പോൾ എന്തുണ്ട്? അത് ചെന്നിട്ട് ഒന്നുമില്ല. രാജാവ് ആകപ്പാടെ അസ്വസ്ഥനായി ഒരു ഓർഡർ കൊടുത്തു. എൻ്റെ സ്വപ്നം ആര് വിശദീകരിക്കുന്നോ അവനെ ഞാൻ മൂന്നാമനായി വാഴിക്കും. അവനെ ഞാൻ സ്വർണ്ണ സരപ്പളികയും ഒക്കെ കൊടുത്ത് മാന്യത കൊടുത്ത് അവനെ ഞാൻ വാഴിക്കും എന്നൊക്കെ പറഞ്ഞ് രാജാവ് ഓർഡർ കൊടുത്തു. ദേശത്തെ സകല സ്വപ്നങ്ങളെ കുറിച്ച് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന എല്ലാവരും വന്നു. പക്ഷെ ആർക്കും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. രാജാവ് ഈ സ്വപ്നം കണ്ടതിനെ കുറിച്ച് ദേശം മൊത്തം അറിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാ നമ്മുടെ ഒരു പുള്ളി ഓർമ്മ വരുന്നത്. അയ്യോ, ഞാൻ ആ ജയിലിൽ കിടന്നപ്പം അവിടെ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു. അവൻ സ്വപ്നങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ചതുപോലെ തന്നെ സംഭവിച്ചു. അവനെക്കുറിച്ച് ഞാൻ ഇന്ന് രാജാവിനോട് പറയാം. പാനപാത്രവാഹകൻ ഓടിപ്പോയി രാജാവിനോട് പറഞ്ഞു, എത്ര അടി അകലെ നിൽക്കണം? പെട്ടെന്ന് പറഞ്ഞു, എത്ര അടി അകലെ നിൽക്കണം? 10 അടി. രാജാവിനെ നോക്കാൻ പറ്റുമോ? നിങ്ങൾ ശ്രദ്ധിച്ചേ, രാജാവിനെ നോക്കാൻ പറ്റുമോ? ഇല്ല, നോക്കാൻ പറ്റും. രാജാവിന്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കണം. രാജാവിനെ പുറം കാണിക്കാൻ പറ്റത്തില്ല. തിരിച്ചു ഇറങ്ങിപ്പോകുമ്പോൾ പുറകിലോട്ട് ഇറങ്ങിപ്പോണം. പുറം കാണിക്കാൻ പറ്റത്തില്ല. രാജാവിനോട് പറഞ്ഞു, യജമാനനെ, എൻ്റെ പാപം ഞാൻ അറിയുന്നു. എന്നെ ഈ സ്വപ്നങ്ങളെക്കുറിച്ചും ചരിത്രങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഈ രാജാവ് ഈ സ്വപ്നം കാണുമ്പോൾ ആ രാജ്യത്ത് ഭയങ്കര ഒരു ഫീസ്റ്റിന്റെ സമയമാണ്, ഫീസ്റ്റിന്റെ സീസണാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ ഫീസ്റ്റും കൂടെ ചരിത്രങ്ങളും കൂടെ ഒന്ന് കേട്ടോ. ആ രാജ്യത്ത് നടക്കുന്ന അടുത്ത ഫീസ്റ്റ്, പൊതുവെ അന്നത്തെ കാലത്തെ ഈജിപ്ഷ്യൻസ് നരബലി നടത്താറില്ല. എക്സെപ്റ്റ് വൺസ് ഇൻ എ ഇയർ, വർഷത്തിൽ ഒരിക്കൽ നരബലി നടത്തും. ഈ നരബലി നടത്തുമ്പോൾ ഈ നരബലിക്കുള്ള ആളിനെ എടുക്കുന്നത് എവിടെ നിന്നാണെന്നറിയാമോ? നരബലിക്കുള്ള ആളിനെ എടുക്കുന്നത് രാജാവിൻ്റെ ഈ പൊളിറ്റിക്കൽ പ്രിസണീന്നാ. ഈ പ്രിസണിന്റെ പേരെന്തുവായിരുന്നു? ഓൻ എന്നുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. ഈ പൊളിറ്റിക്കൽ പ്രിസണീന്ന് എടുക്കുന്നേ. ഈ പൊളിറ്റിക്കൽ പ്രിസണീന്ന് ഉള്ള ആളിനെ കൊണ്ടുവരുന്നതിന് മുമ്പേ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന്. ഇംഗ്ലീഷ് ബൈബിളും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അറിയാൻ വേണ്ടി പറ്റും. ആ കൊണ്ടുവരുന്ന ആളിനെ ഇവൻ്റെ ബോഡി മൊത്തം ക്ഷൗരം ചെയ്യിപ്പിക്കും. മൊത്തം ക്ഷൗരം ചെയ്യിപ്പിച്ച് അല്ലേ, ജെനസിസ് 41:14 കിടപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41:14 ഇവൻ്റെ ശരീരം മൊത്തം ക്ഷൗരം ചെയ്യിപ്പിക്കും. ഇവനെ ഒരു സ്പൈസ് വാട്ടറിൽ കുളിപ്പിക്കും. എന്നിട്ട് ഇവനെ ഒരു പ്രത്യേക വസ്ത്രം ഇടിയിക്കും. എന്നിട്ട് ഈ മനുഷ്യനെ 600 മൈല് ദൂരമുള്ള നൈലിൻ്റെ അടുക്ക കൊണ്ടുവരും. എന്നിട്ട് ഇവൻ്റെ കഴുത്തേൽ വലിയൊരു കല്ല് കെട്ടി നൈലിന് ഇട്ടുകൊടുക്കുന്ന സമയത്ത് ഇവൻ നൈലിലേക്ക് മുങ്ങി താഴുമ്പോൾ ഇവൻ്റെ വായിന്ന് കൊമള വരും. പിന്നെ വായിന്ന് പുക വരത്തില്ലല്ലോ, വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ കൊമള വരും. ഈ കൊമള വരുന്ന സമയത്ത് ഇവർ മുകളിൽ നിന്നുകൊണ്ട് പറയും, ഞങ്ങളുടെ പാതാള ദേവനായ സത്ത് പ്രസാദിച്ചു, ഇനി ഞങ്ങളുടെ രാജ്യം ഭയങ്കര അനുഗ്രഹമാണ് എന്നൊക്കെയുള്ള അന്ധവിശ്വാസമാണ് അല്ലേ. ഞങ്ങളുടെ സത്ത് ദേവൻ പ്രസാദിച്ചു. എക്സെപ്റ്റ് വൺസ് ഇൻ എ ഇയർ മാത്രമേ ഇവര് ഈ നരബലി നടത്തത്തുള്ളൂ. ഇങ്ങനെ ഇരിക്കെ രാജാവ് ഈ ഫീസ്റ്റിന്റെ സമയമായി. ഈ സമയത്ത് വന്ന പാനപാത്രവാഹകൻ ഈ കാര്യം പറയുകയും ചെയ്യുന്നത്, സ്വപ്നം കാണുന്നതും പറയുകയും ചെയ്യുന്നത്. രാജാവ് ജോസഫിന്റെ കാര്യം കേട്ടപ്പം ഒറ്റ ഓർഡർ ഇട്ടു, പോയി ജോസഫിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. രാജാവ് ഇരിക്കുന്ന പോലെ ഇരിക്കട്ടെ. പോയി ഓർഡർ ഇട്ടു, കൊണ്ടുവരാൻ പറഞ്ഞു. ജോസഫിനെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഓർഡർ വന്നു. ഇവിടെ നിന്നോണ്ട് ഇവനെ ദൈവവചനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ, ഉൽപ്പത്തി പുസ്തകം 41:14 പറഞ്ഞേക്കുന്ന പോലെ ഇവന്റെ ബോഡി ഷേവ് ചെയ്തു, ഇവനെ സ്പൈസ് വാട്ടറിൽ കുളിപ്പിച്ചു, ഇവനെ പ്രത്യേക വസ്ത്രം ഇടിയിച്ചു. ഇവനെ കൊണ്ടുവരിക, 600 മൈല് ദൂരം കൊണ്ടുവരിക. ഏകദേശം വീട്ടിൽ നിന്ന് ഇപ്പം വിട്ടിട്ട് 13 വർഷമായി. 13 വർഷം. ഇനി ദൈവമക്കളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. 13 വർഷമായി
ഇത്രയും നാളും ജോസഫിൻ്റെ അകത്തൂടെ പല ചിന്തകൾ പോകുന്നുണ്ട്. കർത്താവേ, ഞാനൊരു സ്വപ്നം കണ്ടതാ ഇതെല്ലാം കാരണം. ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ ആർക്കൊക്കെ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം സംഭവിച്ചു. പക്ഷെ ഞാൻ എന്താകുമെന്ന് ഇതുവരെ ദൈവം പറഞ്ഞിട്ടില്ല. ജോസഫ് ഇതെല്ലാം ഓർത്തോണ്ട് നടന്നു വന്നിട്ടും അവിടെ ചരിത്രകാരന്മാർ എഴുതി വെച്ചേക്കുന്ന കേൾക്കണോ, ഒറ്റ വാക്ക് ദൈവത്തിനെതിരെ പിറുപിറുത്തില്ല. നമ്മളായിരുന്നു എത്ര വാക്ക് പറഞ്ഞേനെ? 2-3 ഡിക്ഷണറി എഴുതാനുള്ള വാക്കെങ്കിലും നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞേനെ അല്ലേ? ഒറ്റ വാക്ക് പിറുപിറുത്തില്ല. നിങ്ങൾ ഇനി ശ്രദ്ധിക്കുക, പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവരും ഒന്ന് നേരെ ഒന്നിരുന്നേ, സ്ട്രെയിറ്റ് ഒന്നിരുന്നേ. ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലയ്ക്ക് മേളിൽ കൂടെ പോകല്ലേ. ജോസഫ് ഇങ്ങോട്ട് വരിക, കൊട്ടാരത്തിലോട്ട് കയറി. ജോസഫിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്ന് കാണിക്കാൻ പോവാ. കൊട്ടാരത്തിലേക്ക് കയറി. അങ്ങോട്ട് കയറിയ ഉടനെ നമ്മളാണെങ്കിൽ എന്തോ ചെയ്തേനെന്നറിയാമോ? രാജാവിനെ കണ്ട ഉടനെ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളാരും എന്തോ ചെയ്യുന്നത്, ഓടി അങ്ങോട്ട് ചെന്നിട്ട് അളിയ എന്തുകൊണ്ട് വിശേഷം, ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചേനെ. എന്തോ പറ്റിയേനെ? 10ാമത്തെ അടി ഇങ്ങോട്ട് കയറുമ്പോഴേ തല പോയേനെ, അവനെ അന്നേരം പൂട്ടിയേനെ. പക്ഷെ ജോസഫ് ചെയ്തു കേൾക്കണോ? ശ്രദ്ധിച്ച് കേൾക്ക. ജോസഫ് ചെല്ലുന്നതാ തല കുനിച്ച് 10 അടി അകലത്ത് നിൽക്കുക. ഞാൻ ഇനിയും പറയുന്നതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ജോസഫ് ഈ കാര്യം അവിടെ നിൽക്കുക. മോനെ തല കുനിച്ചോ, നിൽക്കാം അവിടെ നോക്കുക. രാജാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ജോസഫ് ഈ സ്വപ്നം കേട്ട ഉടനെ പറയുക, പ്ലീസ് ശ്രദ്ധിച്ചു കേൾക്ക. രാജാവേ, 2 സ്വപ്നം ഒരേ രാത്രിയിൽ ഉണ്ടായത് വേഗത്തിൽ നടക്കാൻ പോകുന്നത് കൊണ്ടാണ് ദൈവം 2 സ്വപ്നങ്ങളെ തന്നത്. നിങ്ങൾ സ്വപ്നം കാണുന്നവർ ശ്രദ്ധിച്ചു കേട്ടോ. 2 സ്വപ്നം ഒരേ രാത്രി തന്നാൽ അത് വേഗത്തിൽ സംഭവിക്കാൻ പോവാ. യു ഹാവ് ടു ഡു സംതിങ്. പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്തോണം. സ്വപ്നങ്ങൾ കാണുന്നവരും ഫ്യൂച്ചറുകളിൽ നിങ്ങളെ ഉപയോഗിക്കുമ്പോഴും ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ദൈവോചനത്തിന് ഭയങ്കര ആഴമാണ് കേട്ടോ. ദൈവോചനത്തിന് ഭയങ്കര ആഴമാണ്. മോനെ കുനിഞ്ഞു നിന്നോ. രാജാവേ, 1ാമത്തെ സ്വപ്നം, നദിയിൽ നിന്ന് കയറി വന്നത് സ്വർഗസ്ഥനായ ദൈവം അങ്ങയുടെ രാജ്യത്തേക്ക് 7 സംവത്സരം ഭയങ്കര സമ്പുഷ്ടമായ ഒരു ഭയങ്കര വർഷം തരാൻ വേണ്ടി പോവാ. ആ സമയത്ത് അങ്ങൊരു കാര്യം ചെയ്യണം. അങ്ങ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തുവാണെന്ന് ഉയരത്തിലെ ദൈവം അങ്ങയെ അറിയിച്ചതാ. ഓ മൈ ഗോഡ്! രാജാക്കന്മാർക്കും ആലോചന പറഞ്ഞു കൊടുക്കുന്ന ഒരു ദൈവം. മൈ ജീസസ് കേട്ടോ. അടുത്ത സ്വപ്നം, ഈ നദിയിൽ നിന്ന് മെലിഞ്ഞ പശുക്കൾ കയറി വന്നു. 7 പശുക്കൾ ഇതിനെ വിഴുങ്ങിക്കളഞ്ഞു. ഈ സ്വപ്നങ്ങൾ, 2ാമത്തെ കതിരിന്റെ സ്വപ്നം. എന്നിട്ട് ജോസഫ് ഒരു ഭയങ്കര സ്ട്രാറ്റജി, പഞ്ചായത്തിനുള്ളതല്ല, ഡിസ്ട്രിക്റ്റിനുള്ളതല്ല, സ്റ്റേറ്റിനുള്ളതല്ല, ഒരു ഹൈ ക്ലാസ് ഒരു പദ്ധതി ജോസഫ് ആരോട് പറയാന്നറിയാമോ? ജോസഫ് രാജാവിനോട് പറഞ്ഞു കൊടുക്കുക. രാജാവേ, ശ്രദ്ധിച്ചു കേട്ടോ, സമയം പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയാം. രാജാവേ, ഈ സമ്പുഷ്ടമായ ഈ വർഷം വരിക, 2 പ്രാവശ്യം സ്വപ്നം കണ്ടത് അങ്ങ് അതിനു വേണ്ടി പെട്ടെന്ന് തയ്യാറായിരിക്കണം. അങ്ങയുടെ നേതൃത്വത്തിൽ രാജ്യം മൊത്തം കൃഷി ഇറക്കി കൃഷിക്കാരെ അവർക്ക് വിത്ത് കൊടുക്കണം. വിത്ത് കൊടുത്തിട്ട് രാജാവിൻ്റെ നേതൃത്വത്തിൽ ഈ കൃഷിയെല്ലാം അതിൻ്റെ 5-1 രാജാവ് മേടിക്കണം. എത്ര മേടിക്കണം? ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ. എത്ര മേടിക്കണം? 5-1 രാജാവ് മേടിക്കണം. രാജാവ് 5-1 മേടിച്ചിട്ട് അത് രാജാവിൻ്റെ നേതൃത്വത്തിൽ കൂട്ടിവെക്കണം. അത് കൂട്ടിവെക്കുമ്പോൾ ഭയങ്കര സ്റ്റോർ ഹൗസ്, പാണ്ഡികശാലകൾ പണിയണം. 14 വർഷം കേടുകൂടാതെ ഇരിക്കാൻ. 14 വർഷം എങ്ങനെയാണെന്ന് മനസ്സിലായോ? 14 വർഷം കേടുകൂടാതെ ഇരിക്കാൻ പ്രിസർവിങ് സിസ്റ്റമുള്ള ഈ ധാന്യങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കണം. രാജാവ് അടുത്ത കൃഷി ഇറക്കണം. 5-1 മേടിക്കണം, 4-1 വിത്തിനായിട്ട് വെക്കണം, 3-1 ആഹാരത്തിനായി വെക്കണം. ഇത് കണക്ക് മനസ്സിലായോ ദൈവമക്കളെ? കണക്ക് മനസ്സിലായോ? 5-1 സൂക്ഷിക്കണം, 4-1 വിത്തിന് മാറ്റണം, 3-1 ഫുഡിന് വേണ്ടി മാറ്റണം. ഈ കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോ. രാജാവിന് രാജ്യത്തുള്ള ഏറ്റവും ബുദ്ധിയുള്ള ഒരാളെ എഴുന്നേൽപ്പിച്ച് അവനെ ഇതിൻ്റെ ചുമതലയിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 14 വർഷത്തെ ക്ഷാമം ദേശത്തടിക്കുമ്പം ഈ ക്ഷാമത്തിൽ നിന്ന് രാജ്യം രക്ഷപ്പെടാം, നമുക്കതിനകത്തൊന്ന് സർവൈവ് ചെയ്യാം എന്ന് രാജാവിനോട് ഭയങ്കര ഹൈ ക്ലാസ് വിസ്ഡം ഈ ചെറുക്കൻ പറഞ്ഞു കൊടുക്കുക. മോനെ കുനിഞ്ഞു നിന്നോ,
കുനിഞ്ഞുന്നോ. നിങ്ങളിപ്പോൾ സ്തോത്രം പറയണ്ട, പക്ഷേ സ്തോത്രം നിങ്ങൾ ഉള്ളിലെങ്കിലും നിങ്ങൾ പറയുന്നൊരു സമയം വരിക. നോക്കിയേ, കുനിഞ്ഞിക്കുക. രാജാവ് ഇവിടുന്ന് എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് ഇവൻ്റെ അടുക്ക വന്നു. കാരണം ഇവൻ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അടുക്ക വന്നു. തൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ സരപ്പളിക, തൻ്റെ വസ്ത്രമൂരി ഇവൻ്റെ ദേഹത്തിട്ടു. ഇവനെ അധികാരം കൊടുത്തു, മോതിരമിട്ടു. ഇവൻ്റെ നടുന്നുവർന്നു. എന്നിട്ട് രാജാവ് വിളിച്ചു പറയുക, എൻ്റെ ജനം മൊത്തം കേൾക്ക വിളിച്ചു പറയുക, രാജ്യം കൊണ്ട്, ചെയർ കൊണ്ട്, സിംഹാസനം കൊണ്ട് ഞാൻ മാത്രമായിരിക്കും നിന്റെ മുൻപേ. എൻ്റെ ജനം മൊത്തം നിന്നെ നമസ്കരിക്കും. നിന്നെ പോലെ ജ്ഞാനമുള്ള ഒരുവനെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ സകലവരും കുമ്പിടും എന്ന് പറഞ്ഞു. ജനത്തോട് പറഞ്ഞു, കുമ്പിടാൻ പറഞ്ഞു. പൊത്തിഫേറുമാരൊക്കെ വേണ്ട മുട്ടുകുത്തി, ഗവർണർമാരൊക്കെ മുട്ടുകുത്തി, എല്ലാ സിംഹാസനത്തിൽ ഇരുന്നവനും ചെയർ മാറ്റി മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞു, നീ ആയിരിക്കും ഇന്നു തൊട്ട്, നീ ആയിരിക്കും ഇന്നു തൊട്ട് രാജ്യത്തിന്റെ മൊത്തം അധികാരി. നിന്നെ രാജ്യത്തിന്റെ രണ്ടാമനായിരിക്കും. എൻ്റെ അനുവാദം കൂടാതെ ഒരുത്തനും നിന്നോട് ചലിക്കത്തില്ല കേട്ടോ. ഈ ജോസഫ് ക്ഷാമം വരുന്നതിന് മുമ്പേ മിസ്രൈം മുഴുവനും സഞ്ചരിച്ചു. 17 പാണ്ടികശാലകൾ പണിതു. 17 പാണ്ടികശാലകൾ. ആ പാണ്ടികശാല സ്റ്റോർ ഹൗസിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും സൗത്ത് ഈജിപ്തിൽ കിടപ്പുണ്ട്. അവിടെ കേക്ക്. അടുത്തത്, ജോസഫ് രാജ്യം മൊത്തം എത്ര സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തെന്നറിയാമോ? എത്ര സിസ്റ്റം കേട്ടോ, എത്ര സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒന്നാമത്തെ ഫാർമേഴ്സിന്റെ സിസ്റ്റം നിങ്ങൾക്ക് കാണാമോ? എസ്റ്റാബ്ലിഷ് ഫാർമേഴ്സിനെ, കൃഷിക്കാരെ എസ്റ്റാബ്ലിഷ് ചെയ്തു. 2 ഫീൽഡുകൾ, വയലുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു പഞ്ചായത്തിനല്ല, കേൾക്കുന്നുണ്ടോ? ഒരു പഞ്ചായത്തിനല്ല. അടുത്തത് സീഡ്സ് കൊടുത്തു, വിത്ത് കൊടുത്തു. ഹെൽത്തി വിത്ത് കൊടുത്തകളെ ഹെൽത്തി പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. സ്റ്റോർ ഹൗസ് പണിതു, പ്രിസർവിംഗ് സിസ്റ്റം ചെയ്തു, സകല ഇറിഗേഷൻ സിസ്റ്റം. ആ കൃഷിക്ക് വേണ്ടിയ സകല സിസ്റ്റവും 7 വർഷത്തിന് മുമ്പേ എല്ലാം ചെയ്തു. 7 വർഷം കിട്ടിയ ധാന്യം മൊത്തം ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഓടിച്ചു പറയുക, കടൽ തീരത്തെ മണല് പോലെയായിരുന്നു. ഭയങ്കര പ്രൊഡക്ടിവിറ്റി ദൈവം കൊടുത്തു. സകലതും ഈ പാണ്ടികശാലയിൽ കൂട്ടി. ഇതിനു മുമ്പെയായി രാജാവ് തനിക്കൊരു ഭാര്യയെ കൊടുത്തു. ആ ഭാര്യയുടെ പേര് കേൾക്കണോ? എന്തുവാ? സപ്തപ്പനേഹ് എന്ന് പറയുന്ന അസനത്ത്, അല്ലല്ല അസനത്ത് എന്ന ആ ലേഡിയുടെ പേര് അസനത്ത്. എവിടുന്നുള്ളതാണെന്നറിയാമോ? ഇവിടുന്നുള്ളതല്ല കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞേ, പൊത്തിഫേറിലെ ഓനിലെ പുരോഹിതനായ പൊത്തിഫേറിന്റെ മകളായ ആസനത്തിന്. എവിടെയാ? ഓനിലെ പുരോഹിതനായ പൊത്തിഫർ. ആരാ പൊത്തിഫർ എന്ന് പറഞ്ഞ? നിന്നെ ഗവർണറിന്റെ വീട്ടിലിട്ട് ട്രെയിൻ ചെയ്തതേ. നീ ഓനിലെ പൊളിറ്റിക്കൽ ജയിലിൽ കിടന്ന് കരഞ്ഞില്ലേ? നീ എവിടെ നിന്ന് കരഞ്ഞോ അവിടുത്തെ ഏറ്റവും നല്ല ഒരു മകളെ രാജാവ് ഇവന് ഭാര്യയായിട്ട് കൊടുത്തു. രാജ്യം മൊത്തം സഞ്ചരിച്ചു അല്ലേ? ഞാൻ ചരിത്രങ്ങൾ ഒത്തിരി പറയുന്നില്ല, ദൈവവചനത്തിൽ കൂടെ അതിന്റെ ചരിത്രങ്ങൾ കിടക്കുക. അടുത്തത് 7 വർഷം കഴിഞ്ഞു. മൈ ഗാഡ്, 7 വർഷം കഴിഞ്ഞു. രാജ്യത്തെ ഏറ്റവും ടോപ്പ് ബ്രെയിൻ ജോസഫിന്റെ ആയിരുന്നു. എന്തോ വിസ്റ്റം അല്ലേ? ഇന്ന് ഓരോ ഡിപ്പാർട്ട്മെന്റ്, IAS IPS ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർക്കും കൊടുത്തേക്കുവാ. ഒരു 8-10 ഓഫീസുകൾ ഈ പുള്ളി ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നേ. സ്വത്രം വരുന്നില്ലല്ലേ? അല്ലേ? നീ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ വിളിച്ചു പറയുക, വിശ്വാസത്താൽ വിളിച്ചു പറയുക, എന്നെ കേൾക്കുന്ന തലമുറകളെ, നിങ്ങൾ ഇന്നല്ലായിരിക്കാം നാളെ ആയിരിക്കാം. ദൈവത്തിന്റെ സ്വപ്നം നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി നിന്റെ മേൽ കിടപ്പുണ്ടെങ്കിൽ, ഒരു പൊട്ടക്കുഴിക്ക് നിന്നെ, ഒരു ശക്തിക്ക് നിന്നെ തടയാൻ പറ്റത്തില്ല. ഇന്ന് PYP ജനറൽ ക്യാമ്പിൽ എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിന്നെ ദൈവത്തിന് വേണ്ടിയത് 4 ഭിത്തിക്കകത്തല്ല, നിന്നെ ഈ രാജ്യത്തിന് വേണം കേട്ടോ. ദൈവരാജ്യത്തിന് നിന്നെ വേണം. ഈ ഭാരതത്തിന് നിന്നെ വേണം. ഈ ഭാരതത്തിന്. അടുത്തത് മോനോടിരുന്നോ? 7 വർഷം കഴിഞ്ഞു. പെട്ടെന്ന് 7 വർഷം കഴിഞ്ഞു. 8-ാം വർഷമായി. ജനത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ധാന്യം കഴിഞ്ഞു. പെട്ടെന്ന് വരിക. ധാന്യം കഴിഞ്ഞു. ദേശത്തെ ജനം മൊത്തം
ഓടി രാജാവിൻ്റെ അടുക്കൽ ചെന്നു. രാജാവേ, ഞങ്ങൾക്ക് ധാന്യം തരണേ, ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ധാന്യം കഴിഞ്ഞു, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നത് അങ്ങ് കാണേണ്ടി വരും, ഞങ്ങളെ രക്ഷിക്കണേ. രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എൻ്റെ അടുക്ക വന്നേ? എന്തിന് എൻ്റെ അടുക്ക വന്നു? ചെല്ല്, ജോസഫിന്റെ അടുക്ക ചെല്ല്. ജോസഫിന്റെ അടുക്കൽ ജനം മൊത്തം വന്നു, മിസ്രൈമിലെ സകല ജനങ്ങളും. ഭാരതം പോലെ വലിയൊരു രാജ്യമാ, ഇന്ത്യ പോലെ വലിയൊരു രാജ്യമാട്ടോ ഈജിപ്റ്റ്. എല്ലാവരും വന്നു. ജോസഫ് പറഞ്ഞു, കമോൺ, എൻ്റെ കയ്യിൽ ആ ധാന്യമുണ്ട്, കാരണം സ്റ്റോർ ഹൗസ് മൊത്തം ചുമതല എനിക്കാ, ഞാൻ ധാന്യം തരാം. ശ്രദ്ധിച്ചു കേട്ടോ, ഇനി ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് വരിക. ഞാൻ ധാന്യം തരാം. ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മുഴുവൻ പേരുടെയും പണം കൊണ്ടുവരാൻ പറഞ്ഞു. പണം എന്തോ കൊണ്ടുവരാൻ പറഞ്ഞു? എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞേ, പണം. മൊത്തം പേരുടെയും പണം കൊണ്ടുവരാൻ പറഞ്ഞു. മൊത്തം പണവും ജോസഫ് ആ പണം മേടിച്ച് ധാന്യം കൊടുത്തിട്ട് ആ പണം കൊണ്ട് രാജാവിൻ്റെ ട്രഷറി കൊണ്ടുപോയി കൂട്ടി. അടുത്തത്, ആ ആണ്ട് പണം കഴിഞ്ഞു. അടുത്ത ആണ്ട് വന്നപ്പം ജനത്തിന്റെ ധാന്യം കഴിഞ്ഞു, വിശക്കാൻ തുടങ്ങി. ജനമെല്ലാം കൂടെ പറഞ്ഞു, യജമാനനെ ഞങ്ങൾക്ക് ധാന്യം വേണം. രാജാവിൻ്റെ അടുക്ക ചെന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ എൻ്റെ അടുക്ക വന്നേ? ജോസഫിൻ്റെ അടുക്ക വന്നു. ജോസഫ് പറഞ്ഞു, ഞാൻ ധാന്യം തരാം, എൻ്റെ കയ്യിൽ ധാന്യമുണ്ട്. ജോസഫ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ പണം തീർന്നല്ലോ, നിങ്ങളുടെ മൃഗസമ്പത്തിനെ എനിക്ക് കൊണ്ടുപോവാ. ആട്, മാട്, കുതിര, ഒട്ടകം, രാജ്യത്തുള്ള, ഞാൻ വീണ്ടും പറയുക, പഞ്ചായത്തിലെ ഡിസ്ട്രിക്റ്റിലെ അല്ല, രാജ്യത്തിലെ മുഴുവൻ മൃഗസമ്പത്തിനെ ആര് മേടിച്ചു? പറഞ്ഞേ നിങ്ങൾ ഞാൻ പറഞ്ഞോണ്ടാ വിശ്വസിക്കാതെ. ആരെങ്കിലും ദൈവദാസന്മാർ ആ ബൈബിളിലെ വാക്യം ഒന്ന് എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 47 അധ്യായം 13 തൊട്ട് 15 വരെ ഒന്ന് ഉറക്കെ വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 47 അധ്യായത്തിന്റെ 13 തൊട്ട് 25 വരെ വേഗത്തിലൊന്ന് വായിച്ചേ. ഒരാളൊന്ന് ഉറക്കെ വായിച്ചാൽ വലിയ ഉപകാരമായിരുന്നു. ബാബാ ഇങ്ങ് ഫ്രണ്ടിൽ എഴുന്നേറ്റ് വാ. കം ഫ്രണ്ട്. ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ എല്ലാവരും നോക്കിയോ, 47 അധ്യായം അതിന്റെ 13 തൊട്ട്. വാ, ഒരു മൈക്ക് എടുത്തോളാമോ? ശ്രദ്ധിച്ചു കേൾക്കണേ. വായിച്ചോ. മൈക്ക് ഓൺ ചെയ്യാമോ? മൈക്ക് കൊടുക്കാമോ ഒന്ന് പ്ലീസ്? എന്നാൽ ക്ഷാമം ഏറ്റവും കഠിനമായിരുന്നത് കൊണ്ട് ദേശത്തെങ്ങും ആഹാരമില്ലാതെയായി. മിസ്രയീം ദേശവും കനാൻ ദേശവും ക്ഷാമം കൊണ്ട് വലഞ്ഞു. ജനങ്ങൾ വാങ്ങിയ ധാന്യത്തിന് വിലയായി. യോസഫ് മിസ്രയീം ദേശത്തും കനാൻ ദേശത്തുമുള്ള പണമൊക്കെയും ശേഖരിച്ചു. പണം യോസഫ് ഫറവോന്റെ ഗൃഹത്തിൽ കൊണ്ടുവന്നു. മിസ്രയീം ദേശത്തും കനാൻ ദേശത്തും പണം ഇല്ലാതായപ്പോൾ മിസ്രയീമ്യരൊക്കെയും യോസഫിന്റെ അടുക്കൽ ചെന്ന്, ഞങ്ങൾക്ക് ആഹാരം തരേണം, ഞങ്ങൾ നിന്റെ മുൻപിൽ കിടന്ന് മരിക്കുന്നത് എന്തിന്? പണം തീർന്നുപോയി എന്ന് പറഞ്ഞു. അതിന് യോസഫ്, നിങ്ങളുടെ ആടുമാടുകളെ തരുവിൻ, പണം തീർന്നു പോയെങ്കിൽ നിങ്ങളുടെ ആടുമാടുകളെ വിലയായി വാങ്ങി ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ കന്നുകാലികളെ യോസഫിന്റെ അടുക്കൽ കൊണ്ടുവന്നു. കുതിര, ആട്, കന്നുകാലി, കഴുത എന്നിവയെ യോസഫ് വിലയായി വാങ്ങി. രാജ്യത്തിന്റെ മൊത്തം മൃഗസമ്പത്തിനെ ഇപ്പൊ ആര് വിലക്ക് മേടിച്ചു? ഒന്ന് പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. ജോസഫ് വിലക്ക് മേടിച്ചു. രാജാവിന്റെ ഫാം ഹൗസിൽ കൊണ്ട് കൂട്ടി. പണം എവിടെ കൊണ്ടുപോയി? രാജാവിന്റെ ട്രഷറി കൊണ്ടുപോയി. അടുത്ത വായിച്ചു, ശ്രദ്ധിച്ചു കേൾക്ക. ആ ആണ്ടിൽ അവരുടെ കന്നുകാലികളെല്ലാം വാങ്ങി ആഹാരം കൊടുത്ത് അവരെ രക്ഷിച്ചു. ആ ആണ്ട് കഴിഞ്ഞ് പിറ്റേ ആണ്ടിൽ അവർ അവന്റെ അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞത്, ഞങ്ങളുടെ പണം ചെലവായി, പണം കഴിഞ്ഞു, മൃഗക്കൂട്ടങ്ങളും യജമാനന് ചേർന്നു, മൃഗസമ്പത്ത് കഴിഞ്ഞു, ഞങ്ങളുടെ ശരീരങ്ങളും നിലങ്ങളും അല്ലാതെ യജമാനന്റെ മുമ്പാകെ ഒന്നും ശേഷിച്ചില്ല എന്നുള്ളത് യജമാനനെ ഞങ്ങൾ മറക്കുന്നില്ല. ഞങ്ങളും ഞങ്ങളുടെ നിലവും നിന്റെ കണ്ണിന് മുൻപിൽ എന്തിനു നശിക്കുന്നു? നീ ഞങ്ങളെയും നിലത്തെയും ആഹാരത്തിന് വിലയായി വാങ്ങേണം. ഞങ്ങൾ നിലവുമായി ഫറവോന് അടിമകളാകട്ടെ. ഞങ്ങൾ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിനും നിലം ശൂന്യമായി പോകാതിരിക്കേണ്ടതിനും ഞങ്ങൾക്ക് വിത്ത് തരേണം. അങ്ങനെ യോസഫ് മിസ്രൈമിലെ നിലമൊക്കെയും ഫറവോന് വിലയ്ക്ക് വാങ്ങി. മതി, പോയിരുന്നു. താങ്ക് യു. ശ്രദ്ധിച്ചു കേട്ടോ. ഒന്നാമത്തെ എന്ത് ജോസഫ് മേടിച്ചു? കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ ഒന്ന് വേഗത്തിൽ പറഞ്ഞ് നിർത്താൻ പോവാ. എന്ത് മേടിച്ചു? പണം. ഒന്നാമത്തെ കാര്യം പറഞ്ഞ് എന്ത് മേടിച്ചു? ആര് മേടിച്ചു? ജോസഫ്. ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ടാമത്തെ എന്ത് മേടിച്ചു? സകല മൃഗസമ്പത്തിനെ. പഞ്ചായത്തിലെ ആണോ? വാർഡിലെ ആണോ? സ്റ്റേറ്റിലെ ആണോ? രാജ്യത്തെ മൊത്തം മൃഗസമ്പത്തിനെ മേടിച്ചു. അടുത്ത ശ്രദ്ധിച്ചു കേട്ടോ. അടുത്ത ആണ്ടായപ്പം
എല്ലാവരും എന്ന് പറയും, യജമാനെ ഞങ്ങളുടെ പണം കഴിഞ്ഞു, മൃഗസമ്പത്ത് കഴിഞ്ഞു, ഇനി ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ നിലവും ഞങ്ങളും മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ശ്രദ്ധിച്ചു കേട്ടോ, ചരിത്രം പറയുന്നേ, അവൻ പുരോഹിതന്മാരുടെ നിലങ്ങളെ ഒഴിച്ച് ജോസഫ് സകല ദേശത്തെ ജനത്തെയും, ശ്രദ്ധിച്ചു കേട്ടോ, സകല ദേശത്തെ ജനത്തെയും ജോസഫ് ആ നിലങ്ങളോടുകൂടെ അടിമയായിട്ട് മേടിച്ചു. സ്വത്രം പറയണ്ടാന്നേ. ദേശത്തെ സകല ജനത്തെയും ഈ ചെറുക്കൻ എന്തോ മേടിച്ചു? അടിമയായിട്ട്. എന്റെ ചോദ്യം, മോനെ നീ എങ്ങനെ ഇവിടെ വന്നേ? നീ എങ്ങനെ ഇവിടെ വന്നേ? അടിമയായിട്ട് വിറ്റതാ. ചെന്ന രാജ്യത്തെ ജനത്തെ മൊത്തം ഈ പുള്ളി അടിമയായിട്ട് മേടിച്ചു. പുരോഹിതന്മാരുടെ വയലൊഴിച്ചു ബാക്കി ദേശത്തെ വയല് മൊത്തം മേടിച്ചു കേട്ടോ, വയല് മൊത്തം മേടിച്ചു. എന്നോ വിസ്റ്റമായി ചെറുക്കന്റെ മേൽ പകർന്നേ, എന്നോ വിസ്റ്റം. എന്നിട്ട് അവരുടെ, നിങ്ങൾക്കറിയാം, പിന്നെ കുടി നീർപ്പി പാർപ്പിച്ച് ദൂരെ അകറ്റി ജോസഫ് അവരെ മാറ്റി. ജോസഫ് മാറ്റി നിർത്താൻ വേണ്ടി പോവാ. 14 വർഷം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് സഹോദരന്മാർ വരുന്നത് കാണാം. മറ്റ് രാജ്യങ്ങളിൽ ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഈജിപ്റ്റ് മാത്രമല്ല, മിസ്രൈം മാത്രമല്ലായിരുന്നു, കനാൻ ദേശത്തും ഭൂതലം എങ്ങും ക്ഷാമം ഉണ്ടായി. പല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ആഹാരം മേടിക്കാൻ വന്നു. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നപ്പം, ഞാൻ വേഗത്തിൽ പറയുക, മണി എക്സ്ചേഞ്ചിങ് സിസ്റ്റം ഈ ചെറുക്കൻ ഡെവലപ്പ് ചെയ്തു. 20 വെള്ളിക്കാശിന് വിറ്റെന്നുള്ളത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അന്നത്തെ മണി എക്സ്ചേഞ്ചിങ് സിസ്റ്റം. അതിന്റെ സിസ്റ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു സ്ഥലത്ത് വരണം, മറ്റ് രാജ്യത്തിന്റെ മണി എക്സ്ചേഞ്ച് ചെയ്യണം, ആ രാജ്യത്തിന്റെ പണം മേടിക്കണം, ആ രാജ്യത്തെ പണവുമായിട്ട് ഒരു സ്ഥലത്ത് വന്ന് ടോക്കൺ എടുക്കണം, പാണ്ഡികശാലയിൽ പോയി ധാന്യം മേടിക്കണം, ധാന്യം മേടിച്ചുകൊണ്ട് സിറ്റിക്കകത്ത് ട്രാഫിക് ഉണ്ടാക്കാതെ പട്ടണം അതിന് വെളിയിലേക്ക് പോകാനുള്ള സിസ്റ്റം ടീച്ചർക്ക് ഉണ്ടാക്കി കൊടുത്തു. എന്നോ ബുദ്ധിയാ ഉണ്ടാക്കി കൊടുത്തു. 14 വർഷം കഴിഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടോ, 14 വർഷം കഴിഞ്ഞു. 14 വർഷം കഴിയുന്നതിന് മുമ്പേ ചരിത്രങ്ങൾ പറഞ്ഞേക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ചരിത്രങ്ങൾ പറഞ്ഞേക്കാം. എൻ്റെ താഴെ കിടപ്പുണ്ട്. ഈജിപ്തിന്റെ വെൽത്ത് ഈ 14 വർഷത്തിന് മുൻപേ, മനസ്സിലായോ? ഈ 14 വർഷത്തിന് മുൻപേ ഈജിപ്തിന്റെ വെൽത്ത് 9% ആയിരുന്നു. 9%. പക്ഷെ 14 വർഷം കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ വെൽത്തിന്റെ 96% ഈജിപ്തിൽ വന്നു. ആരാ കൊണ്ടുവന്ന ഇവിടെ? ഇനി ഞാൻ ദൈവവചനത്തിൽ നിന്നോട് കണക്ട് ചെയ്ത് പറയാം. ലോകത്തിന്റെ വെൽത്തിന്റെ 96% ആര് കൊണ്ടുവന്നു? ജോസഫ്. ഇത് ജോസഫ് കൊണ്ടുവരാനുള്ളതിന്റെ കാരണം, ഇവന്റെ അപ്പൻ യാക്കോബ്, ഇവന്റെ പിതാവ് ഇസഹാക്ക്, ഇവന്റെ പിതാവ് അബ്രഹാമിന് കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ 85-ാമത്തെ വയസ്സിൽ, ഉൽപ്പത്തി പുസ്തകം 15 കിടപ്പുണ്ട്, ഉയരത്തിലെ ദൈവം അബ്രഹാമിനോട് 85-ാമത്തെ വയസ്സിൽ പറഞ്ഞു, നീ ചെയ്ത ഒരു തെറ്റിന് നീ 400 സംവത്സരക്കാരെ നിന്റെ മക്കൾ പ്രവാസികളായി തീരും. 4 തലമുറക്കാരെ നാലാം തലമുറക്കാരെ ഞാൻ വിടുവിക്കും. നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അമോര്യരുടെ അതിക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല. ഞാൻ അവരെ, നിന്നെ ന്യായം വിധിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിച്ചു നിന്നെ പുറത്തെടുക്കും. നിന്നെ പുറത്തെടുക്കുമ്പോൾ ഞാൻ വെറുതെ എടുക്കത്തില്ല, ബഹുസമ്പത്തോടുകൂടെ. My God, നിന്നെ ഞാൻ പുറത്തെടുക്കുമ്പോ വെറുതെ എടുക്കത്തില്ല, നിന്നെ ഞാൻ വളരെ സമ്പത്തോടു കൂടെ പുറത്തെടുക്കും. ജോസഫ് 110 മരിച്ചു. പുറപ്പാട് പുസ്തകം 1-ാം അധ്യായം. ജോസഫും ആ തലമുറയൊക്കെ മരിച്ചു. ഗോത്രപിതാക്കന്മാരെല്ലാവരും മരിച്ചു. ജോസഫിനെ അറിയാത്തൊരു ഫറവോൻ വന്നു. 430 സംവത്സരം ഇസ്രായേൽ മക്കളെ അടിമകളാക്കി. ദൈവം അടുത്തൊരു പിതാവിനെ എഴുന്നേൽപ്പിച്ചു, മോശ. ആ പിതാവിനോട് ദൈവം പറയുക, നിങ്ങൾ മിസ്രൈം വിട്ട് പോകുമ്പം നിന്നെ ഞാൻ വെറുതെ കൊണ്ടുപോകത്തില്ല, നീ മിസ്രൈമിനെ കൊള്ളയിടണം. ഒറ്റ രാത്രിയും കൊണ്ട് ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ, നിന്നെ ഞാൻ പുറത്തെടുക്കുന്ന വെറുതെയല്ല, സമ്പന്നരാക്കി പുറത്തെടുക്കും. മൈ ഗാഡ്. 25-30 വർഷങ്ങൾക്ക് പുറകിൽ ഇസ്രയേൽ ഗ്രൂമാകും. ഇന്നത്തെ ഇസ്രയേൽ ഭയങ്കരമായിട്ട് കയറി വരുന്ന സമയത്ത്, ഒരു യുദ്ധം നടന്ന സമയത്ത് ഇസ്രയേലിനെതിരെ കുറെ രാജ്യങ്ങൾ കൂടി, പ്രത്യേകിച്ച് ഈജിപ്റ്റ് എല്ലാം കൂടി ഒരു കേസ് കൊടുത്തു. UN ഒരു കേസ് കൊടുത്തു.
ഇവരിങ്ങനെ ബ്ലെസ്ഡ് ആകാനുള്ളതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഇവർ ഒത്തിരി വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ രാജ്യത്തെ അടിമകളായിരുന്നു. അവരുടെ ബൈബിളിൽ തോറയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവർ ഞങ്ങളുടെ രാജ്യത്തു നിന്ന് ഒത്തിരി പണവും മേടിച്ചിട്ടുണ്ട്. അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, തോറായി പറഞ്ഞിട്ടുണ്ട്. ഒറ്റ രാത്രിയും കൊണ്ട് ഞങ്ങളുടെ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും എല്ലാം മേടിച്ചുകൊണ്ട് ഇവർ ഒറ്റ രാത്രിയും കൊണ്ട് അടുത്ത ചെങ്കടലും കടന്ന് ഇവർ പോയാണ് ഇവർ ബ്ലെസ്ഡ് ആയത്. മറ്റ് രാജ്യങ്ങളെല്ലാം കൂടെ കേട്ടോ, നിങ്ങളെല്ലാം കൂടെ കൂടി ആ പണമെല്ലാം മില്യൺസ് ഓഫ് ഡോളർ ഉണ്ട്, ആ പണം മൊത്തം മേടിച്ച് നിങ്ങളെല്ലാം കൂടെ ഞങ്ങൾക്ക് ഈ തരണം. ഈ ഈജിപ്തിന്റെ നേതൃത്വത്തിൽ കുറേ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ കംപ്ലൈന്റ് ചെയ്തു. ഇസ്രായേൽ ഇത് കേട്ടു. ഇസ്രായേൽ പറഞ്ഞ മറുപടി കേൾക്കണോ? ഇസ്രായേൽ പറഞ്ഞു ശരിയാ, അവർ പറഞ്ഞ കറക്റ്റാ, ഞങ്ങൾ അവിടെ സമ്പത്തെല്ലാം മേടിച്ചതെല്ലാം കൊണ്ട് അങ്ങനെ കൊണ്ടുപോയാൽ വന്നേ. നിങ്ങളെല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ പിതാക്കന്മാരെ 430 സംവത്സരം അവിടെ കിടന്ന് കഷ്ടപ്പെടുത്തിയായിരുന്നു, അതിൻ്റെ ദശാംശമായി ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ, ബാക്കി നിങ്ങളെല്ലാം കൂടെ കൂടി മേടിച്ച് തന്നേക്കാൻ. ഞങ്ങൾ ദശാംശം മാത്രമേ മേടിച്ചിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട്. 430 സംവത്സരത്തെ ദശാംശം കിട്ടിയിട്ടുള്ളൂ, ബാക്കി ഇങ്ങ് മേടിച്ചു തരാൻ. ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ജ്ഞാനമാ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാ. ഒരു മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ജ്ഞാനം. പ്രിയ ദൈവവൈതലേ, നിന്നെ ദൈവം പണിയുമ്പോൾ സ്പിരിച്വലി മാത്രമല്ല പണിയുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ 17കളിലായിരിക്കാം 20കളിലായിരിക്കാം നീ ഉള്ളത്. നിന്നെ ദൈവം പണിയുമ്പോൾ 4 ഭിത്തിക്കകത്ത് നിൽക്കാനുള്ള അളവിലല്ല ദൈവം നിന്നെ പണിയുന്നത്. നിന്റെ സൈക്കോളജിക്കലി, നിന്റെ സോഷ്യലി കാര്യങ്ങളെ തട്ടിയ നല്ലവണ്ണം തട്ട്. ഈ ദൈവത്തെ പോലെ ആരുള്ളൂ? ഈ ദൈവത്തെ പോലെ ആരുള്ളൂ? ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ബലമുള്ള ഭുജമുള്ളവൻ. ആര് വിടുവിക്കും? എന്റെ കയ്യിൽ നിന്ന് ആരവരെ വിടുവിക്കും? ഹല്ലേലൂയ! ഈ PYPയുടെ ക്യാമ്പിനകത്ത് ഒരു കൂട്ടം തലമുറകളെ ദൈവം പണിയട്ടെ. ജോസഫ് മരിച്ചു. 430 സംവത്സരം കഴിഞ്ഞപ്പം ഈ വെൽത്ത് എല്ലാം കൂടെ ഒറ്റ രാത്രിയും കൊണ്ട് ദൈവം ഈ വെൽത്ത് എല്ലാം കൂടെ ഇസ്രായേൽ മക്കളുടെ കൈ ട്രാൻസ്ഫർ ചെയ്തു. സ്വർണവും വെള്ളിയും പൊന്നും എല്ലാം കിട്ടി. ഇവർക്ക് എന്തിനാ ദൈവം കൊടുത്തെന്നറിയാമോ? പക്ഷെ ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവരിതെല്ലാം കൂടെ സ്വർണവും ഇതെല്ലാം കൂടെ 430 സംവത്സരം കിട്ടി. മിസ്രൈം അടിമത്തം കഴിഞ്ഞ് മരുഭൂമിയിലേക്ക് ഇറങ്ങി. ഇവർ ഈ സ്വർണ്ണമെല്ലാം കൂടെ കണ്ടപ്പോൾ സീനായി പർവ്വതത്തിന്റെ താഴ്വര ചെന്നിട്ട് ഇവർ കാളക്കുട്ടി ഉണ്ടാക്കി. പക്ഷെ ദൈവം എന്തിനാ ഈ വെൽത്ത് ഇവരുടെ കൈ കൈമാറിയെന്നറിയാമോ? അവന്റെ സമാഗമന കൂടാരം പണിയാൻ കേട്ടോ. പക്ഷെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തെന്നറിയാമോ? അവർ കാളക്കുട്ടി ഉണ്ടാക്കി. പക്ഷെ ദൈവം എന്തിനാ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്? സമാഗമന കൂടാരം പണിയാൻ, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി. ഞാനിവിടെ കൊണ്ട് നിർത്താൻ വേണ്ടി പോവാ. അടിമയായിട്ട് വന്ന ചെറുക്കൻ രാജ്യത്തെ മൊത്തം അടിമയായി മേടിച്ചു, വിലക്ക് മേടിച്ചു അടിമയായിട്ട്. എന്തോ പേഴ്സണാലിറ്റിയും എന്തോ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റുമായി ഈ മനുഷ്യന്റെ മേൽ ചെയ്തേ. മൈ ഗാഡ്, മൈ ഗാഡ്. ഇതിനകത്ത് ഒരു കൂട്ടം തലമുറ എഴുന്നേക്കട്ടെ. നീ കേൾക്കുന്നത് കഥയല്ല, ജീവന്റെ വചനമാ കേട്ടോ. ഞാൻ ജോസഫിനെ കുറിച്ച് പറയാനല്ല പ്രസംഗിച്ചത്. ജോസഫിനെ വിടുവിച്ച ഒരു ദൈവമുണ്ട്. ജോസഫിനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ഇന്ന് ഈ തലമുറയ്ക്കകത്തിരിക്കുന്ന പ്രിയ കുഞ്ഞെ, നീ മൂവിയും കണ്ട് മൂവിക്കാരനെ പോലെ ആകാനല്ല ദൈവം നിന്നെ വിളിച്ചത്. അവന്റെ വചനം ചുമക്ക്. നീ അവന്റെ വചനം ചുമക്ക്. അവന്റെ പരിശുദ്ധാത്മാവിനെ നീ ചുമക്ക്. നിന്റെ സ്കൂളിലെ ഒന്നാമനാക്കി ദൈവം നിന്നെ കൊണ്ടുവരും. നിന്റെ കോളേജിലെ ഒന്നാമനാക്കി ദൈവം നിന്നെ കൊണ്ടുവരും. നീ ഒരു ജോലിക്ക് കയറിയാൽ നീ ആ ജോലിയുടെ കീഴെ ആകത്തില്ല, ദൈവം നിന്നെ തലയാക്കി മാറ്റും. നീ ഒരു പട്ടണത്തിൽ പോയാൽ പട്ടണം അനുഗ്രഹിക്കപ്പെടും. നീ കാല് ചവിട്ടുന്ന ആ കരങ്ങളെ തട്ടിയ നല്ലവണ്ണം തട്ടി എന്റെ ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ ഇന്നും സർവഭൂമിക്കും മഹാരാജാവാ. പറവോനെ ഒരു പൊട്ടക്കുഴിക്കും നിന്നെ നിർത്താൻ പറ്റത്തില്ല. നിന്നെ കുറിച്ച് ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് നന്ദി പറയാൻ വേണ്ടി പോവാ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ സൺഡേ സ്കൂൾ
ക്യാമ്പുകളും VBS ഒക്കെ നടത്തുന്നതിനകത്ത് ഉദ്ദേശം എന്തെന്നറിയാമോ? ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഉള്ളിൽ കയറിയാൽ ഇത് അകത്ത് വീണ വിത്ത് ഒരു തൊരുത്തിനും കെടുത്താൻ പറ്റത്തില്ല. ഇത് ഇന്നല്ലെങ്കിൽ നാളകളിൽ കിളിക്കും. ഞാൻ ഇന്ന് പറയുന്ന വചനത്തിന്റെ വിത്തും ഇന്ന് നിങ്ങൾ മിണ്ടാതിരുന്ന് കേൾക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ നാളകളിൽ നിങ്ങളുടെ അകത്ത് ഇത് കിളിക്കും. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവവൃത്യന്മാർ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക, അനുഗ്രഹിക്കുക. നിന്റെ തലമുറയിൽ നീ താഴെയല്ല. ഓ, നിന്റെ കൂടെ കർത്താവുണ്ട്, കർത്താവുണ്ട്. മരണത്തെയും പാതാളത്തെയും ജയിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കഴിയുമെങ്കിൽ കരങ്ങളെ തട്ടി വായ്കളെ തുറന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കരങ്ങളെ നല്ലവണ്ണം ഒന്ന് തട്ടിക്കേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറ, ഇത് കഥയല്ല, ഇത് മിഥ്യയല്ല. ചരിത്രങ്ങൾ പറയുന്നു, ആർക്കിയോളജി പറയുന്നു, ജീവനുള്ള ദൈവത്തിന്റെ വചനം സത്യമാ. ഹല്ലേലൂയ. ഓ ജീസസ്. ഓ, കരങ്ങളെ തട്ടി ഒന്ന് പാടിക്കേ. My Jesus. ഒരു പൊട്ടക്കുഴിക്ക് നിന്നെ നിർത്താൻ പറ്റത്തില്ല. നീ ദൈവത്തിന്റെ സ്വപ്ന തലമുറയാ. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന് നിന്നെ തടയാൻ പറ്റത്തില്ല. കാരണം എന്റെ ദൈവത്തിന്റെ കണ്ണ് നിന്റെ മേൽ പതിഞ്ഞു. ഓ, കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വാഹിച്ചു. കാൽവരി മലമേൽ പാടികേ. മുൾമുടി ശിരസിൽ വാഹിച്ചു. എന്റെ വേദന സർവവും. ഹല്ലേലൂയ. നീക്കിയെന്നിൽ പുതുജീവൻ പകർന്നവനാ. അവനാഖ്യനു, അവൻ അൽഫയാ. ഓ, അവനാഖ്യനു. ഓ, 10,000 അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാ. പാടിക്കേ, ശബ്ദം ഉയർത്തി. മരുഭൂയാത്രയാതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പരിശുദ്ധാത്മാവേ, ഈ കുഞ്ഞുങ്ങളെ തൊടണമേ, ഈ കുഞ്ഞുങ്ങളെ നിറയ്ക്കണേ. ഈ കുഞ്ഞുങ്ങൾ അങ്ങയുടെ അപ്പ, ഈ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ യേശുവേ. ഓ, പകൽ മേഘസ്തംഭം, രാത്രിയാ നിത്തുണാൻ. ഓ, എന്റെ യേശു, എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ. ഓ, ഹോളി സ്പിരിറ്റ്. വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസം അവൻ മതിയായവൻ. കാൽവരി മലമേൽ മുൾമുടി ശിരസിൽ. ഇതിനകത്തുനിന്ന് ഒരു കൂട്ടം തലമുറകൾ എഴുന്നേൽക്കട്ടെ. അഭിഷേകത്തെ ചുമക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നങ്ങളെ ചുമക്കുന്ന, ദൈവത്തിന്റെ സ്വപ്നത്തെ ചുമക്കുന്ന കുഞ്ഞെ ദൈവത്തെ സ്തുതിച്ചേ. ആ കാര്യങ്ങളെ ഒന്ന് തട്ടി ദൈവത്തോട് നന്ദി പറഞ്ഞേ. ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കർത്താവേ, കുഞ്ഞുങ്ങളുടെ മീതെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയട്ടെ, ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയട്ടെ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോയി,
കണ്ണുനീരെല്ലാം തുടച്ചിടുവേ, എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ. കണ്ണുനീരെല്ലാം തുടച്ചിടുവേ, അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നു. കാൽവറി മലമേൽ, കാൽവറി മലമേൽ കയറി മുൾമുടി, കാൽവറി Holy Spirit, we love you, Dada. പരിശുദ്ധമായ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറയട്ടെ. അവനാദ്യനും അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ സ്നേഹത്തിൻ പടികെ അവനാദ്യനും അന്ത്യനുമേ, പതിനായിരത്തിൽ അതിശ്രേഷ്ഠനവൻ, സ്തുത്യനാം വന്യനാം. പതിനായിരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ കേൾക്കുന്ന ദൈവവൈതലേ, നിന്നെ കുറിച്ചും ഈ തലമുറയിൽ ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. നിന്റെ പിതാക്കന്മാര് ചെന്നിട്ടില്ലാത്തടത്ത്, നിന്റെ ടീച്ചേഴ്സ് ചിന്തിച്ചിട്ടില്ലാത്തടത്ത്, നിന്റെ ബന്ധുക്കാർ ഓർത്തിട്ടില്ലാത്തടത്ത്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും തമ്മിൽ അത്ര ആഴമാണ്. കർത്താവേ, ഇതിനകത്ത് അങ്ങയുടെ സ്വപ്നമുള്ള തലമുറ പുറത്തു വരട്ടെ. അങ്ങയുടെ സ്വപ്നമുള്ള തലമുറ പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സ്വപ്നമുള്ള തലമുറ ഈ ജനറൽ ക്യാമ്പിൽ നിന്ന് പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കും കൂടെ പ്രാർത്ഥിച്ച് ഞാൻ നിർത്താൻ വേണ്ടി പോവാ. ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ സ്വപ്നം എൻ്റെ മേലുണ്ടെങ്കിൽ സ്പിരിച്വലി, സൈക്കോളജിക്കലി, ഇന്റലക്ച്വലി, സോഷ്യലി, എല്ലാ ഏരിയയിലും പണിയപ്പെടാൻ അവൻ്റെ തൃക്കരം എൻ്റെ മേലൊന്ന് ചലിക്കാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഞങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി. ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ മാത്രം എഴുന്നേൽക്കാമേ. ഒറ്റ കാര്യം ഞാൻ വീണ്ടും പറയുന്നു, അങ്ങയുടെ സ്വപ്നം എൻ്റെ മേലുണ്ടെങ്കിൽ നിന്റെ ഇമോഷണലി ദൈവം നിന്നെ പണിയും, സൈക്കോളജിക്കലി ദൈവം നിന്നെ പണിയും. ഞാൻ ദൈവദാസന്മാരുടെ കൂടെ റിക്വസ്റ്റ് ചെയ്യാം, can you please come forward? കുഞ്ഞുങ്ങളെ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ അക്കരങ്ങളൊന്ന് ഉയർത്തിക്കുക. ഒരു ചെറുക്കനെ അടിമയായിട്ട് കൊണ്ടുവന്നതാ, സഹോദരന്മാര് വിറ്റ് കളഞ്ഞതാ. എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ജോസഫേ, നീ ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പം അതുവഴി എത്യോപ്യയിലേക്ക് പോകുന്ന ആളെ ആരും വന്നില്ലല്ലോ. ഇന്ത്യയിൽ അന്ന് വ്യാപാരം ഉണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് പോകുന്ന ആരും വന്നില്ലല്ലോ. അന്നേരം മിസ്രൈമിലേക്കുള്ള ആളിനെ ആ വഴി ആരാ കൊണ്ടുവന്നേ? നിന്നെ പൊത്തിഫേറിന്റെ വീട്ടിൽ കയറ്റാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഗവർണറിന്റെ വീട്ടിൽ കയറ്റിയ നിന്നെ ദൈവം പണിയുന്നത്. ഇതൊന്നും യാദൃച്ഛിക സംഭവിച്ചതല്ല, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. സ്വർഗ്ഗീയ പിതാവേ, എഴുന്നേറ്റ് നിൽക്കുന്ന സകല കുഞ്ഞുങ്ങളെയും അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. വചനത്തിന്റെ ജീവനും വിത്ത്, ചൈതന്യം, നന്മ, ബലം, ആരോഗ്യം, അതിനകത്തെ ജ്ഞാനം, അതിനകത്തെ സൗഖ്യം, അതിനകത്തുള്ള സകല വിശുദ്ധിയും ഈ ജനത്തിന്റെ മേൽ വീഴട്ടെ. കർത്താവേ, കർത്താവ്, ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ ഒരു കാറ്റും ഒരു പ്രതിസന്ധിയും ഒരു പൊട്ടക്കിണറും ഒരു അച്ചാച്ചന്മാർ ഇവരെ ജയിക്കല്ലേ.
സകല തള്ളിപ്പറയിലിനെ, സകല റിജക്ഷനെ ജയിക്കാനുള്ള മാനസിക ബലം ഇവരുടെ മേൽ കർത്താവ് പകരണമേ. കർത്താവിനോട് പറ്റി ജീവിപ്പാൻ, കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണേ. അങ്ങയുടെ സുരക്ഷയെ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മീതെ, അങ്ങയുടെ ഭൃത്യന്മാരെ ഞങ്ങൾ ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ ഈ തലമുറയ്ക്ക്, ദൈവരാജ്യത്തിന്, സഭയ്ക്ക് അനുഗ്രഹമാകട്ടെ. ദൈവത്തിന്റെ കർത്താവേ, അങ്ങയുടെ തിരുരക്തത്തിന്റെ മുദ്ര, യേശുവിന്റെ തിരുരക്തത്തിന്റെ മുദ്ര ഈ കുഞ്ഞുങ്ങളുടെ മീതെ പകരണമേ. ഇവരുടെ ദേഹം, ആത്മാവിനെ ഞങ്ങൾ മുദ്ര വയ്ക്കുന്നു. ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. മഹത്വം എല്ലാം എൻ്റെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു. അങ്ങ് മാത്രം ഉയരപ്പെടട്ടെ അപ്പാ. ഞങ്ങൾ ഓരോരുത്തരും കുറയപ്പെടട്ടെ. യേശു വളരട്ടെ. മഹത്വം അങ്ങയ്ക്ക് മാത്രം, യേശുവിൻ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദയവായിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരുന്നാട്ടെ. എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയ സഹോദരന്മാരോട്, സ്നേഹിതന്മാരോട്, കർത്താവിൻ്റെ ദാസന്മാരോട് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. പ്രിയ ബ്രദർ, എല്ലാ ദൈവഭൃത്യന്മാരോടും നന്ദി പറയുന്നു. എൻ്റെ ലാസ്റ്റ് സെക്ഷനായത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. കർത്താവ് അനുവദിച്ചാൽ വീണ്ടും കാണാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയിൽ കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. യുവജനങ്ങളുടെ കൂടെ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എന്നീ ലാംഗ്വേജുകളിൽ, കന്നഡ എന്നീ ലാംഗ്വേജുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.